ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിന് മുമ്പേ ഈ പറഞ്ഞ പറഞ്ഞ ബ്ലഡ് കൊടുക്കുന്ന മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പായിട്ട് ഇനി എങ്ങാനും താമസിച്ചാലോ, ഇനി എങ്ങാനും പതിവില്ലാതെ താമസിച്ചാലോ, തലയിറക്കം വന്നാലോ നോട്ട് കൊടുത്തല്ലേ, ശരിയല്ലേ? എങ്ങനെ ഒരു പതിവില്ല കൊടുക്കുന്നതാണ്, വർഷങ്ങളായി അത്യാവശ്യം കൊണ്ട് കൊടുത്തത്. ഇനി എങ്ങാനും കൊടുക്കുമ്പോ തലയിറക്കം വന്നാലോ, അതുകൊണ്ട് ആദ്യം നോട്ട് തന്നു അല്ലേ? ആദ്യം നോട്ട്സ് അയച്ചില്ലായിരുന്നു, കിട്ടിയായിരുന്നു നോട്ട്? കിട്ടിയായിരുന്നോ? സമയം രാത്രി 8:30 നോട്ട് കിട്ടിയായിരുന്നോ? ഞാൻ കരുതി അങ്ങ് പോയി. എന്താണ് ഈ പറഞ്ഞ ഈ ബ്ലഡ് നല്ല വാല്യൂ ഉള്ള ബ്ലഡ് അല്ലേ? ബ്ലഡ് നല്ല വാല്യൂ ഇല്ലേ? പ്രത്യേകിച്ച് ഇത് കിട്ടുന്ന ആൾ നല്ല വാല്യൂ ഉണ്ടായിരിക്കും. ഉണ്ടോ? ആയിരിക്കോട്ടെ. എന്റെ ബ്ലഡിന് വില ഉണ്ടോ? എന്റെ ബ്ലഡിന് വില ഉണ്ടോ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് അത്യാവശ്യമായ സമയത്ത് ഇത് ബ്ലഡ് കൊടുക്കുന്നത് നല്ല കേട്ടോ, കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താണ്, ഇപ്പൊ 8:30 പോയി, അവിടെ എത്തി സമയത്താണ് എങ്ങാനും താമസിക്കോ? അവിടെ എങ്ങനെയാണ് നോട്ട് ആദ്യം അയച്ചു, തിരിച്ചെത്തുമോ? അല്ലെ? എപ്പോ എത്തും? അരമണിക്കൂർ തീരോ? ഇത് ഫ്രൂട്ടി കുടിച്ചു, ഒരു പഴം കഴിച്ചു, ഇപ്പോഴേം തീരോ? ഫ്രൂട്ടി അറിയില്ല, അറിയാമെങ്കിലും എപ്പോഴും ഫ്രൂട്ടി എടുക്കുന്ന ഫ്രൂട്ടി ബ്ലഡ് ട്രാൻസ്ഫർ സമയം ഫ്രൂട്ടി. എന്റെ കൈ കുത്തുന്നോ, ഒന്നും കിട്ടുന്നില്ല. കൈക്ക് വണ്ണം ഉണ്ട് കേട്ടോ, കയ്യില്ലേ വണ്ണമുണ്ട്, കിട്ടുന്നില്ല. സൂചി കണ്ടപ്പോഴേ പേടിച്ചു കേട്ടോ. ആലോചിക്കുക, ഞാൻ പഠിപ്പിക്കാനാണ്. സൂചി കണ്ടപ്പോഴേ പേടിച്ചു, സത്യം പറയല്ല. സൂചി കണ്ടപ്പോഴേ പിടിച്ചത്, കുത്താൻ പോകുന്നതാണ്. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി ജോലി ചെയ്യുന്നു? പോസിറ്റീവ്. എത്ര വർഷം അവിടെ ജോലിയുണ്ട്? PS നോക്കുന്നില്ലേ? എന്നെ എത്ര വർഷം വർക്ക് ചെയ്യുന്നുണ്ട്? PS ഒന്ന് നോക്കിയിരുന്നിട്ട് ഗുഡിയ ചോദിച്ചതാ, വർഷങ്ങളെ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാ PS നോക്കാത്തത്? അവിടെയും ഇത് പ്രൊമോഷൻ അല്ലേ? ബ്രെയിൻ വാഷ് ചെയ്ത് പ്രൊമോഷൻ അല്ല, ശരിയല്ലേ? എത്ര വർഷമായി? ഈ എക്സാം എഴുതുന്നുണ്ടോ? കുത്ത് കിട്ടിയ പിന്നെ ബ്ലഡ് എടുക്കാൻ വേണ്ടി ഒരു കുത്ത് കിട്ടിയ പിന്നെ ബ്രെയിൻ വാഷ് ഓർമ്മയില്ല, മുഖം ഓർമ്മയില്ല, ഊറ്റിക്കൊണ്ടുപോകും. സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കാൻ ബ്ലഡ് രക്ഷപ്പെട്ടല്ലേ? ആരെയും രക്ഷപ്പെട്ടല്ലേ? നമ്മളെ കൊണ്ട് സഹായം രക്ഷപ്പെട്ട്. ഞാൻ ആ പേഷ്യന്റ് മുഖം പോലും കണ്ടിട്ടില്ല. പേഷ്യന്റ് മുഖം പോലും എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഞാൻ കാണാത്ത ആളാണ്, ഞാൻ കാണാൻ പോയിട്ട് പോലും. പക്ഷെ ചോദിച്ചപ്പോൾ ഉടനെ കൊടുത്തു. അതിനുവേണ്ടി ഞാൻ ചിലവാക്കിയ നിങ്ങളുടെ 50 നിമിഷം, ശരിയല്ലേ? അതിനുവേണ്ടി ഞാൻ ചിലവാക്കിയ നിങ്ങളുടെ 50 നിമിഷം ആണോ? നിങ്ങളുടെ 50 മിനിറ്റ് കറക്റ്റ് 9:49 നിമിഷമായില്ലേ? 50 നിമിഷം ഞാൻ നിങ്ങളുടെ സമയം എടുത്ത് അവിടെ സ്പെൻഡ് ചെയ്യില്ലേ? നിങ്ങളുടെ സമയം ഞാൻ കുറച്ച് അവിടെ കൊടുത്തില്ലേ? പക്ഷെ അതിനുള്ള പ്രതിഫലം ദൈവം തരും. ഉണ്ടോ? വിശ്വാസം ഉണ്ടോ? അതിനുള്ള പ്രതിഫലം വിശ്വാസമുണ്ടല്ലോ, ദൈവത്തിന് തരും. ഒരു ജീവൻ രക്ഷിക്കുന്ന വെറുതെയല്ലോ. അവിടെ നിങ്ങളും ഞാനും എല്ലാരും ഉൾപ്പെട്ടില്ലേ? നിങ്ങളും ഞാൻ ഉൾപ്പെട്ടോ? ശരിയാണോ? നിങ്ങളും ഞാൻ ഉൾപ്പെട്ടോ? കാരണം സമയം 9:30 വെയിറ്റ് ചെയ്ത് നിങ്ങളും ഞാൻ ഉൾപ്പെട്ടോ? അവിടെ ഞാൻ കൊടുത്തെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടല്ലോ, അത്രേ ഉള്ളൂ. സൊസൈറ്റി നമ്മൾ ലാസ്റ്റ് ദിവസം പീഡിയാട്രിക്കിനകത്ത് ഡിസീസിലെ പഠിച്ചത്, ഡിസീസ് കണ്ടീഷനിൽ പഠിക്കുന്നത്. ലാസ്റ്റ് ദിവസം പീഡിയാട്രിക് നേഴ്സിനകത്ത് ഡിസീസിലെ പഠിക്കുന്നത്. സോ നമുക്കിന്ന് അതേ ഡിസീസ് കണ്ടീഷൻ പീഡിയാട്രിക്കിന്റെ ഹെഡ് നോക്കാമോ? ഹെഡിനകത്ത് വരുന്ന ഡിസീസ് കണ്ടീഷൻ നോക്കാമോ? അതേ ഡിസീസ് കണ്ടീഷൻ നമ്മൾ ഇത് ഹെഡിനകത്തോട്ട് വരുമ്പോഴുള്ള ഡിസീസ് കണ്ടീഷൻ നോക്കാമോ? സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ? എപ്പോൾ ഫസ്റ്റ് എന്താ? ഹൈഡ്രോസഫാൽസ് അല്ലേ? പറഞ്ഞു IUG കോഴ്സ് പറഞ്ഞേ. ഫ്രഷ് ആയിട്ട് എടുക്കും. കാരണം ഞാൻ ഓടി വന്ന് ഞാൻ ഇന്ന് രാവിലെ എടുത്ത ക്ലാസ്സിന്റെ ബാക്കിയായിട്ട് കേട്ടോ. രാവിലെ എടുത്തുകൊണ്ട് അത് തന്നെ ഇപ്പോൾ ഉള്ളു കേട്ടോ. ഹൈഡ്രോസഫാൽസ്
ഹെഡുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് വരുന്ന പീഡിയാട്രിക്കിനകത്ത് വരുന്ന ഡിസീസ് കണ്ടീഷൻ ഹൈഡ്രോസഫാലസ്. എപ്പോഴും എക്സാമിൽ ചോദ്യം വരും ഹൈഡ്രോസഫാലസ്. എല്ലാ എക്സാമിലും ചോദ്യം. ഞാൻ ചോദ്യം ആദ്യം പറഞ്ഞിട്ടെ എക്സാമിന്റെ ചോദ്യം ആദ്യം പറഞ്ഞിട്ടെ. ICP നോർമൽ എത്രയാ? ICP നോർമൽ എത്രയാ? നോർമൽ ICP എത്രയാ? നോർമൽ ICP IOP ഇല്ല. ICP ഒരു 5 തൊട്ട് 15 അല്ലേ? 5 തൊട്ട് 15 mm വെച്ചല്ലേ? എക്സാമ്പിൾ ചോദ്യം പറഞ്ഞുതരാം. 5 തൊട്ട് 15 mmOH അല്ലേ? നോർമൽ ICP എത്രയാ? ആദ്യം എക്സാമ്പിൾ ചോദ്യം പറഞ്ഞ നോർമൽ ICP എത്രയാ? 5 മുതൽ 15. ആരോ പറഞ്ഞു ഇത് 10 തൊട്ട് 21 mm എന്താ? 10 തൊട്ട് 21 mmOH പറഞ്ഞെന്താ? IOP ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഇൻട്രാ ഓക്കുലർ പ്രഷർ ആണെങ്കിൽ 10 മുതൽ 21 mmOH. ICP ആണെങ്കിൽ എത്രയായിരിക്കും ഇവിടെ? 5 മുതൽ 15. രണ്ടും തെറ്റരുത്. ICP നോർമൽ എത്രയാ? ഇൻട്രാ ക്രേനിയൽ പ്രഷർ നോർമൽ എത്രയാ? 5 മുതൽ 15 അല്ലേ? 5 മുതൽ 15. മറക്ക, രണ്ടും തെറ്റിക്കരുത്. ICP എത്രയാ? ICP നോർമൽ 5 തൊട്ട് 15 അല്ലേ? 5 തൊട്ട് 15. ICP IOP ഇല്ല. ICP 5 തൊട്ട് 15. IOP ആണെങ്കിലോ 10 തൊട്ട് 21 mmOH. രണ്ടും MM-ലാ വരുന്നല്ലേ? രണ്ട് വാല്യൂസും IOP-യും ICP എപ്പോഴും MM-ലാ വരുന്നത്. IOP ആണ് എത്രയാ? 10 മുതൽ 21. IOP ആണെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ ആണെങ്കിൽ 10 മുതൽ 21. ICP ആണെങ്കിൽ 5 മുതൽ 15 നോർമൽ എന്ന് പറയുന്നത്. രണ്ട് വാല്യൂസ് കിട്ടിയോ? കിട്ടി. സോ ഇന്ന് പഠിക്കാൻ പോകുന്ന വസ്തു എന്താ? ഹെഡിനകത്ത് ഹൈഡ്രോസഫാലസ് പഠിക്കാം. ഹൈഡ്രോസഫാലസ് എന്താ? ഹെഡിനകത്ത് പീഡിയാട്രിക്സിനകത്ത് ഹൈഡ്രോസഫാലസ് ആദ്യം പഠിക്കാം. ഹൈഡ്രോസഫാലസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും ഹൈഡ്രോസഫാലസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? പറയാം. ആർക്ക് പറയാം? CSF കൂടുന്നതാണോ? ഹൈഡ്രോസഫാലസ് CSF കൂടുന്നതാണോ? ഇവിടെ എപ്പോഴും തെറ്റാറുണ്ടല്ലോ അവർക്ക്. ഹൈഡ്രോസഫാലസ് CSF കൂടുന്ന മാത്രമാണോ? ആണോ? ആണ്. CSF-ന്റെ ഇത് എക്സസീവ് എമൗണ്ട് വരുന്നത് എവിടെയാ? CSF-ന്റെ എക്സസീവ് എമൗണ്ട് എപ്പോഴും വരുന്നത് എവിടെയാ? ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിലാണോ? CSF-ന്റെ എക്സസീവ് എമൗണ്ട് എപ്പോഴും ബ്രെയിനിന്റെ വെൻട്രിക്കിൾസ് ആണ് കൂടുന്നത്. മറക്കാൻ പഠിക്കുക. CSF-ന്റെ നല്ല എക്സസീവ് എമൗണ്ട് എവിടെയാ കൂടുന്നത്? ബ്രെയിനിന്റെ വെൻട്രിക്കിൾ അല്ലേ? അപ്പൊ എക്സസീവ് എമൗണ്ട് ഓഫ് CSF എപ്പോഴും ബ്രെയിനിന്റെ വെൻട്രിക്കിൾ കൂടുന്നതിനെ പറയുന്ന പേരെന്താ? ബ്രെയിനിന്റെ വെൻട്രിക്കിൾ എപ്പോഴും വെൻട്രിക്കിൾസ് എപ്പോഴും CSF കൂടുന്ന കണ്ടീഷനെ പറയുന്ന പേരെന്താ? ഇതീസ് കളേഴ്സ് എന്താ? ഹൈഡ്രോസഫാലസ് ആണോ? ഹൈഡ്രോസഫാലസ് ആണോ? ചോദ്യം വരും. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. ഹൈഡ്രോസഫാലസിന്റെ മെയിൻ റീസൺ എന്താ? കേരള PSC എക്സാമിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. CSF-ന്റെ അബ്സോർപ്ഷൻ കുറയുന്ന കണ്ടീഷൻ ഏതാ? CSF പോകുന്ന പാത്വേയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നു. CSF കടന്നു പോകുന്ന പാത്വേയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നു. ആ ഒരു വഴിയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നു. CSF-ന്റെ അബ്സോർപ്ഷൻ കുറയുന്നു. കണ്ടീഷൻ ഏതായിരിക്കും? അറിയാമോ?
ഹൈഡ്രോസെഫാലസ് ആണോ? ഹൈഡ്രോസെഫാലസ് ആണോ അത്? ആണോ? അതുപോലെ കേരള PSC എക്സാമിൽ പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചോദ്യമെല്ലാം പറഞ്ഞുതരാം. ഹൈഡ്രോസെഫാലസിന് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? അതും കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമായിരുന്നു. ഞാൻ ആദ്യം എല്ലാ ചോദ്യം പറഞ്ഞുതരാം. ഹൈഡ്രോസെഫാലസിന് യൂസ് ചെയ്ത പൊസിഷൻ ഏതാ? അതും ചോദ്യമായിരുന്നു. അറിയണ്ടേ? എന്തെങ്കിലും അറിയണ്ടേ? പറയട്ടെ. ഏത് പൊസിഷൻ? എന്ത് പൊസിഷൻ? ആലോചിച്ച് പറഞ്ഞേ. ആലോചിച്ച് പറയാ. പറഞ്ഞേ. ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് ആണോ? ഓർ സെമി സിറ്റിംഗ് ആണോ? ഫ്ലാറ്റ് അല്ലേ? ഫേസ് ഡൗൺ. എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ ഫേസ് ഡൗൺ അല്ലേ? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമായിരുന്നു. ഫേസ് ഡൗൺ അല്ലേ? ഫേസ് ഡൗൺ എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് കൊടുത്തൂടെ? ഫേസ് ഡൗൺ പൊസിഷൻ അല്ലേ? ഹൈഡ്രോസെഫാലസ് എക്സാക്ട് ആയിട്ട് ഫ്ലാറ്റ് എന്നും പറയാം, ഫേസ് ഡൗൺ എന്നും പറയാം. ആൻഡ് പ്രോൺ പൊസിഷൻ പറയാൻ പറ്റൂടെ? ആൻഡ് പ്രോൺ പൊസിഷൻ എന്ന് പറയാൻ പറ്റും. പ്രോൺ ആലോചിച്ച് നോക്കിട്ടെ. പ്രോൺ പൊസിഷൻ പറയാൻ പറ്റും. Yes or no? Yes or no? The prone position എന്ന് പറയാൻ പറ്റും? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. The face down position അല്ലേ? ഫേസ് ഡൗൺ പൊസിഷൻ അല്ലേ? ഫേസ് ഡൗൺ പൊസിഷൻ അല്ലേ? ഫേസ് ഡൗൺ പൊസിഷൻ എപ്പോഴും ഹൈഡ്രോസെഫാലസ് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ. അപ്പോ ആലോചിക്കൂടെ, ഇത് ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിൽ എപ്പോഴും എന്താണ് ഈ പറഞ്ഞ എക്സസീവായിട്ട് എന്ത് കൂടുന്നൂടെ? CS കൂടുതലല്ലേ? ബ്രെയിനിന്റെ വെൻട്രിക്കിൾസ് എപ്പോഴും എക്സസീവായിട്ട് CS കൂടുന്ന കണ്ടീഷനെ പറയുന്ന പേരെന്താ? ഹൈഡ്രോസെഫാലസ്. ക്ലിയർ? ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എങ്കിലേ എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട്. പേരെന്തൊക്കെയാ? പേരെന്തൊക്കെയാ? പേര് എക്സ്ട്രാ വെൻട്രിക്കുലർ ഉണ്ട്, വേറെതാ? അത് ഒബ്സ്ട്രക്റ്റീവ് ആണോ? എക്സ്ട്രാ വെൻട്രിക്കുലർ ഹൈഡ്രോസെഫാലസും ആൻഡ് ഒബ്സ്ട്രക്റ്റീവ് ഹൈഡ്രോസെഫാലസും ആണോ? ചോദ്യം രണ്ട് ടൈപ്സ് ഓഫ് ഹൈഡ്രോസെഫാലസ് അല്ലേ? പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ഓഫ് ഹൈഡ്രോസെഫാലസ് അല്ലേ? കേക്ക്. ഉണ്ടോ? ഉണ്ടോ? ആദ്യം പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ടോ? ഒബ്സ്ട്രക്റ്റീവ് ഒന്നും ആൻഡ് എക്സ്ട്രാ വെൻട്രിക്കുലർ ഉണ്ടോ? എന്തോ ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഇത് ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഒബ്സ്ട്രക്ഷൻ എവിടെ ഉണ്ടാവും? ഇത് വെൻട്രിക്കുലാറിന്റെ സബ് അരക്യുലർ സ്പേസിലാണോ എപ്പോഴും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത്? വെൻട്രിക്കുലാറിന്റെ സബ് അരക്യുലോർ സ്പേസിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ എന്ത് വിളിക്കാം? വെൻട്രിക്കിൾസിന്റെ സബ് അരക്യുലർ സ്പേസിൽ ഒബ്സ്ട്രക്ഷൻ വന്ന് വിളിക്കാം വെൻട്രിക്കുലാർ. വിളിച്ചുകൂടെ? ആ ടൈപ്പ് അതല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ഈ CSFന്റെ അബ്സോർപ്ഷൻ കൊണ്ടുവരുന്ന പ്രശ്നം കാരണം ടൈപ്പ് ചെയ്ത CSFന്റെ അബ്സോർപ്ഷണൽ പ്രശ്നം. പ്രൊഡക്ഷൻ അല്ല. പ്രൊഡക്ഷന് പ്രശ്നമില്ല, അബ്സോർപ്ഷനായ പ്രശ്നമെങ്കിൽ നിങ്ങൾ ആരോ പറഞ്ഞ പോലെ വിളിക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് ആണോ? കമ്മ്യൂണിക്കേറ്റിംഗ് ആണോ? CSFന്റെ പ്രൊഡക്ഷന് പ്രശ്നം വന്നു കഴിഞ്ഞ് വിളിക്കാം കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസെഫാലസ് അല്ലേ? CSFന്റെ അബ്സോർപ്ഷൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഹൈഡ്രോസെഫാലസാ? CSFന്റെ അബ്സോർപ്ഷൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ
എന്ത് ടൈപ്പ് ഹൈഡ്രോസഫേഴ്സ്? കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസഫേഴ്സ് എന്ന് വിളിക്കാം. ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനും 2 കാറ്റഗറി ക്ലിയർ ആയി. ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനും 2 കാറ്റഗറി. ഞാൻ ഓരോ കാര്യം നിർത്തി ബ്ലഡ് ഇല്ല, ബ്ലഡ് ഒന്നുമില്ല പറയാം, ബ്ലഡ് ഇല്ല, ജ്യൂസ് മാത്രം, ജ്യൂസ് മാത്രം, ബ്ലഡ് ഇല്ല. ഇനി ഇത്രയും ക്ലിയർ ആയോടെ? സത്യം പറ ക്ലിയർ ആയി? ഇപ്പൊ ഇവിടെ ഗ്രൂപ്പിനകത്തുള്ള 62 പേർ ക്ലിയർ ആയി. 62 പേർ ക്ലിയർ ആയി. ക്ലിയർ ആയി? ചോദ്യം വരും. ഇതൊരു ക്രാഷ് ബാച്ച് ഒന്നും അല്ല. ഒരു ക്രാഷും, ഞാൻ ക്രാഷ് എന്ന വാക്ക് ഇഷ്ടമല്ല. ക്രാഷ് എന്ന വാക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇൻഡെപ്തായി പഠിപ്പിക്കും. സോ എന്ത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈഡ്രോസഫാലസ് കുട്ടിക്ക് വരുമ്പോൾ, ഹൈഡ്രോസഫാലസ് ഒരു കുട്ടിക്ക് വരുന്ന സമയത്ത് എന്താണ് ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ തല വലുതാവും. ഹൈഡ്രോസഫാലസ് ഉണ്ടാകുമ്പോ ആ തല വലുതാവും. തല വലുതാവും. വലുതാവോ? വലുതാകുമോ? അത് വലുതാകുന്നു കഴിഞ്ഞാൽ അവിടെ എന്താ വലുതാകുന്നത്? എന്താ വലുതാകുന്നത്? ആന്റി ഫോണിലാണോ? ആന്റി ഫോണിലാണോ? ആണോ? ആണോ? ഹെഡിന്റെ ആന്റിനാണോ? ഹെഡിന്റെ ഫോണിൽ കൂടാറുണ്ടോ? എങ്കിലേ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഒരു കുട്ടിയുടെ നോർമൽ ഹെഡ് സർക്കംഫറൻസ് എത്രയാ? നോർമൽ ഹെഡ് സർക്കംഫറൻസ് നോർമൽ. ഹൈഡ്രോസഫാലസ് ഇല്ല, ഒരു അസുഖമില്ല. ജനിക്കുന്ന കുഞ്ഞിന്റെ നോർമൽ ഹെഡിന്റെ സർവ എത്രയാ? 30 മുതൽ 35 അല്ലേ? 30 മുതൽ 35 സെന്റിമീറ്റർ അല്ലേ? 30 മുതൽ 35 സെന്റിമീറ്റർ നോർമൽ ഹെഡിന്റെ സർക്കംഫറൻസ് വിളിക്കാം. അതേ ഹെഡില്ലേ, അതേ ഹെഡിന് സർക്കംഫറൻസ് 33 താഴെ എന്ന് വിളിക്കാം. 33 സെന്റിമീറ്റർ താഴെയാണെന്ന് വിളിക്കാം. മൈക്രോ സെഫാലി. മൈക്രോ സെഫാലി. കുഞ്ഞിന്റെ ഹെഡ് 33 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ എന്ത് കണ്ടീഷനാ? മൈക്രോ സെഫാലി. സെഫാലി സെഫാലി സെഫാലി. അത് കൂടുകയാണെങ്കിലോ 35-നെക്കാട്ടിലും കൂടിയ എന്ത് വിളിക്കാം? മാക്രോസെഫാലി. മാക്രോസെഫാലി. ആ മാക്രോസെഫാലിയല്ലേ, ആ പറഞ്ഞ മാക്രോസെഫാലിയല്ലേ പതിയെ പതിയെ ഹൈഡ്രോസെഫാലസായി മാറുന്നത്. ആ മാക്രോസെഫാലിയല്ലേ പതിയെ പതിയെ ഹൈഡ്രോസെഫാലസ് എന്ന കണ്ടീഷനായി മാറുന്നത്. എക്സസീവായിട്ട് CS പ്രൊഡക്ഷൻ കൂടിക്കൊണ്ട് മാക്രോസെഫാലി പതിയെ പതിയെ ഹൈഡ്രോസെഫാലസ് ആയി കൂടി. ശരിയല്ലേ? ഇതൊക്കെ നോട്ട് വായിക്കുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടൂടെ? നോട്ട്സ് മാത്രം വായിച്ച് പഠിക്കുന്നത് ഇതിൽ പല 20% ആൾക്കാരല്ലേ ഗ്രൂപ്പിനകത്ത്? എനിക്കറിയാം 20% ആൾക്കാർ വെറും നോട്ട് മാത്രം വായിക്കുന്ന ആൾക്കാർ ഇതൊന്നും കിട്ടില്ല. കാരണം നോട്ടിനകത്ത് പല കാര്യം ഉൾപ്പെടുത്താറില്ല. ഞാൻ പറയുന്നത് അതുപോലെ കേട്ട് പഠിക്കുക. നോർമൽ ഹെഡ് സർക്കംഫറൻസ് എത്രയാ? 30 മുതൽ 35 സെന്റിമീറ്റർ. നോർമൽ കുട്ടിയുടെ നോർമൽ ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ 33 തൊട്ട് 35 സെന്റിമീറ്റർ ആണ്. 33 താഴെ പോയാൽ മൈക്രോസെഫാലി എന്ന് വിളിക്കാം. 35-ന് മുകളിൽ പോയാൽ മാക്രോസെഫാലി വിളിക്കാം. അവ കൂടുകയല്ലേ? 35-ന് മുകളിൽ പോവുക എന്ന് പറയുമ്പോൾ ഹെഡിന്റെ സർക്കംഫറൻസ് കൂടുകയല്ലേ? കൂടുകയാണ്. ആ മാക്രോസെഫാലി പതിയെ പതിയെ ഹൈഡ്രോസെഫാലസ് ആകാം. എക്സസീവായിട്ട് CFS കൂടി 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 എന്ത് ഹൈഡ്രോസെഫാലസ് ആയിക്കൂടെ? അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ആന്റി ഫോണല്ലേ എപ്പോഴും എന്ത് ക്ലോസ് ആവുന്നത്? ഒന്നുമില്ല പറഞ്ഞ 1.5 മാസമാണോ വർഷമാണോ? 1.5 മാസമാണോ വർഷമാണോ? ആന്റിയൽ ഫോണിൽ ക്ലോസ് ചെയ്യപ്പെടാ 1.5
വർഷം അല്ലെങ്കിൽ എത്ര മാസം? 1.5 വർഷം അല്ലെങ്കിൽ എത്ര മാസം? 18 മാസം അല്ലെങ്കിൽ 1.5 വർഷം. 18 മാസം അല്ലെങ്കിൽ 1.5 വർഷം. 18 മാസം അല്ലെങ്കിൽ 1.5 വർഷം. 18 മാസം അല്ലെങ്കിൽ 1.5 വർഷം ആൻഡ് ഫണ്ട് ക്ലോസ് ചെയ്യണം. ഇനി പോസ്റ്റ് എപ്പോഴാ? 1.5 വർഷമാണോ മാസമാണോ? പോസ്റ്റ് ഫോണറെ 1.5 മാസമാണോ? എപ്പോഴും കൺഫ്യൂഷൻ ആവും. പോസ്റ്റ് ഇയർ എപ്പോഴും 1.5 മാസം അല്ലെങ്കിൽ 6 വീക്ക് അല്ലേ? പോസിറ്റീവ് ഫോണറെ ക്ലോസ് ചെയ്ത് എപ്പോഴും 1.5 മാസം അല്ലെങ്കിൽ 6 വീക്കിലാണ്. ആൻഡ് എത്രയാ? 1.5 വർഷം അല്ലെങ്കിൽ 18 മാസം. ആന്റിയർ ആണെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ 18 മാസം. പോസിറ്റീവ് ആണെങ്കിൽ 1.5 മാസം അല്ലെങ്കിൽ 6 വീക്ക്. ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യവും ഉൾപ്പെടുത്തി പഠിച്ചില്ലേ? കാണുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ ഹൈഡ്രോസഫാലസ് മാത്രം എന്താണ്, അത് ഇതാണ്, ഇത് അതാണ് പറഞ്ഞു പോരെ? ശരിയല്ലേ? എന്ത് പഠിച്ചാലും അതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പഠിച്ചു പോവാ. ഇത്രയും ക്ലിയർ ആയല്ലോ. എന്താണ് ഹൈഡ്രോസഫാലസ്, എന്താണ് വ്യത്യാസം, ഹെഡിന് വരുന്ന മാറ്റം, എല്ലാം ക്ലിയർ ആയാലും ക്ലിയർ ആയി. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൻഡിയർ ഫോണ്ടൻ എന്തായിരിക്കും? നല്ല ബൾജായിരിക്കും ഇവിടെ. ഞാൻ ഈ പറഞ്ഞ ആൻഡിയർ ഫോണ്ടൻ നല്ല ബൾജായിരിക്കും, നല്ല വീർത്ത് തടിച്ച് ഒന്നായിരിക്കും. തല ഒന്നായിരിക്കും, ബൾജിങ് കൊണ്ടായിരിക്കും. നോർമൽ ആണെങ്കിൽ പൾസ് ഉണ്ടായിരിക്കും. നോർമൽ ആണെങ്കിൽ പൾസ് ഉണ്ടായിരിക്കും. പൾസ് ഉണ്ടായിരിക്കുമോ? ഉണ്ട്, പൾസ് ഉണ്ടല്ലേ. പക്ഷേ അബ്നോർമലല്ലോ. ഹൈഡ്രോസഫാൾസ് പൾസേഷൻ ഉണ്ടോ? ഹൈഡ്രോസഫാൾസ് പൾസേഷൻ ഇല്ല. സോ ഹൈഡ്രോസഫാൾസ് കണ്ടീഷന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്, ഹൈഡ്രോസഫാലസ് എന്ന് പറയുന്ന കണ്ടീഷന്റെ ഫസ്റ്റ് സൈൻ എന്തായിരിക്കും? നോ പൾസ്, പൾസേഷൻ ആബ്സെന്റ് അല്ലേ? ഇതാണ്, പൾസേഷൻ ഇല്ല. ഹൈഡ്രോസഫാലസ് എപ്പോഴും പൾസേഷൻ ആബ്സെന്റ് ആണ്. ഹൈഡ്രോസഫാൽ കണ്ടപ്പോൾ പൾസേഷൻ ഇല്ല. ഫസ്റ്റ് സൈൻ ഓഫ് ഹൈഡ്രോസഫാൽ എന്താ? ചോദ്യം വരും, കേരള PC എക്സാമിന്റെ ചോദ്യം വരും. ഫസ്റ്റ് സൈൻ ഓഫ് ഹൈഡ്രോസഫാലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻഡിയർ ഫോണിന്റെ ബൾജാവുന്നതാണോ? അത് പൾസേഷൻ ഇല്ലാത്തതാണ്. സ്ക്രീൻ കാണുന്ന ഒരാൾക്ക് സ്ക്രീൻ കാണാമോ? ഇല്ലേ? സ്ക്രീൻ കാണാമോ ഒരാൾക്ക്? സ്ക്രീൻ കാണിക്കുന്നില്ല. കാണാമല്ലോ. ഇല്ലല്ലേ? കാണാമല്ലോ. ആദ്യമായിട്ട് ആൻഡിയർ ഫോണിന്റെ ബൾജ് ചെയ്യും, പിന്നെ പൾസേഷൻ ഇല്ല. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം എന്താണ്? ആൻഡിയർ ഫോണിലെ ബൾജ് ചെയ്യും, പിന്നെ പൾസേഷൻ ഇല്ലല്ലോ. ഫസ്റ്റ് ആയിട്ട് ആൻഡിയർ ഫോണിലെ ബൾജ് ചെയ്യും, പൾസേഷൻ ഇല്ല. അത് ഫസ്റ്റ് സൈൻ തന്നെയാണ്, മറക്കരുത്. ഇനി ഹെഡിന്റെ സർക്കംഫറൻസ് കൂടും. ഹെഡിന്റെ സർക്കംഫറൻസ് കൂടും. എത്രയാ? നോർമൽ എത്രയാ? നോർമൽ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? നോർമൽ ഹെഡിന്റെ 30 മുതൽ കാണാൻ പറയടേ, 35 എല്ലാം പഠിക്കുന്നു, പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ നോർമൽ നിന്ന് ഹെഡിന് സർക്കിൾസ് കൊടുക്കും. ഇനിയാണ് നിങ്ങൾ എല്ലാ എക്സാമിനും എല്ലാ ചോദ്യം കേട്ടോ, ഞാൻ പറഞ്ഞ എല്ലാ ചോദ്യമാണ്. ഇവിടെ കുറച്ച് സയൻസ് കളറുണ്ട്. ഇവിടെ ഹെഡിന് സർക്കംഫറൻസ് കൂടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സയൻസുകൾ എന്തായിരിക്കും? മക്വൈൻ സൈൻ ഇവിടെ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചോദ്യം മക്വൈൻ സൈൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞു ഉണ്ടോ? എന്താ അത്? എന്താ അത്?
ഏതാണ്? സിമ്പിൾ ത്രിയ. അവർ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യം. സിമ്പിൾ ത്രിയ. എന്താണ് മാക്വേഴ്സ്? എന്താ? എവിടെയെങ്കിലും ഏതെങ്കിലും എക്സാമ്പിളത്തെ ക്രാക്ക് പോട്ട് സൗണ്ട് കേൾക്കുന്നത് എവിടെ ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും ദ ക്രാക്ക് പോട്ട് സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ദ ക്രാക്ക് പോട്ട് സൗണ്ട് ഉണ്ടല്ലേ? എന്തായിരിക്കും? ആ തലയോട്ടിൽ തട്ടുമ്പോൾ, കുട്ടിയുടെ തലയോട്ടിൽ തട്ടുമ്പോൾ ഒരു പൊട്ടിയ ചട്ടിയുടെ സൗണ്ട് കേൾക്കാറില്ലേ? ആ ഒരു കുട്ടിയുടെ തലയോട്ടിൽ തട്ടുമ്പോൾ പൊട്ടിയ ചട്ടിയുടെ സൗണ്ട് കേട്ടാൽ ആ ഒരു സൈൻ എന്താ? മക്വൈൻ സൈനില്. മലയാളം ഒരു കവിത പോലെ പഠിക്കുക. ഇപ്പൊ തലയോട്ടിൽ തട്ടുമ്പോ എന്താണ് ആ ഒരു തലയോട്ടിൽ തട്ടുമ്പോ പൊട്ടിയ ആ ഒരു ചട്ടിയുടെ സൗണ്ട് അല്ലേ? അറിയാം, പറഞ്ഞില്ല പണ്ട് ഉണ്ടോ? അറിയ വീട്ടിൽ ഇപ്പോഴും ചട്ടിയൊക്കെ ഉണ്ടോ? ഇന്ന് മൺകാലം മൺപാത്രം കൊണ്ട് അറിയ വീട്ടിൽ നല്ലതല്ലേ? അതിൽ ചോറ് വെച്ചിട്ട് കേട്ടോ, ചോറും കറിയും ഒക്കെ നല്ലതല്ലേ അത്? ആ ചോറും കറിയൊക്കെ ഇതൊക്കെ ബെസ്റ്റ് അതല്ലേ? ശരിയല്ലേ? ചോറും കറിയും വെച്ച് ടേസ്റ്റ് ഇല്ലല്ലോ ചേച്ചി, സത്യമാണോ? ഇപ്പൊ ചോറും കറിയും ഇന്ന് മൺപാത്രത്തിൽ വെച്ച ടേസ്റ്റ് കൂടുതലാണ്. ഇത് മൺകലം, ഇത് മൺപാത്രത്തിൽ നിന്ന് മീൻകറി വയ്ക്കുക, ഒരു മീൻകറി വയ്ക്കുക, ഒരു ചോറ് വയ്ക്കുക. ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ആണ്. അല്ല, നിങ്ങൾ മാത്രമല്ല, ഞാനും കഴിക്കുന്നതല്ല. നിങ്ങൾ മാത്രമല്ല, ഞാനും കഴിക്കുന്ന മൺപാത്രത്തില്ല. എന്നാ ടേസ്റ്റ് അല്ലേ? അല്ലെ, ഒരു മീൻകറിയും ഒരു ചോറും മാത്രം പോരെ. പ്രത്യേകിച്ച് എന്താണ് നല്ല ഈ പറയുന്ന കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് അല്ലേ? വേറെ വേണ്ടല്ലോ. ചമ്മന്തി ചോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ വേണ്ടല്ലോ. ഒരു ശകലം ഇന്ന് മോരുമുളക് രണ്ടെണ്ണം, അല്ലെ? ഇപ്പൊ 2 മോരുമുളക്, ശകലം ചമ്മന്തി, ശകലം തൈര്, വേറെ വേണ്ടല്ലേ? 2 മോരുമുളക്, ശകലം ചമ്മന്തി. തലേ ദിവസം മീനുണ്ടെങ്കിൽ പറയണ്ടല്ലേ? തലേ ദിവസത്തെ മീനുണ്ടെങ്കിൽ പറയണ്ട. മിക്കവാറും ഞാൻ ഇപ്പോൾ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം വിശന്ന് ഉച്ചയ്ക്ക് ഒരു സമയത്ത് ഞാൻ ചോദിച്ച് വാങ്ങിച്ച് പ്രത്യേകിച്ച് ആ ദിവസം പറഞ്ഞുണ്ടായി കടി കേട്ടോ. രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഫുഡ് കഴിച്ചില്ലേ? ആദ്യം ഫുഡ് കഴിച്ചില്ലേ? പഠിക്കുന്നത് മാക്വേൻസിനാണ്, പറയുന്നത് ചമ്മന്തിയും കഞ്ഞിയും കുറിച്ച്. കേൾക്കുന്നുണ്ടോ? പഠിക്കുന്നത് മെക്വൻസ്, പറയുന്നത് മാങ്ങാ ചമ്മന്തി. പഠിക്കുന്നത് മെക്വൻസ്, പറയുന്നത് മാങ്ങാ ചമ്മന്തി ചട്ടി വെച്ചോറ്. സോ ദ പെർക്കഷൻ സൗണ്ട് നമ്മൾ തലയോട്ടിൽ തട്ടി നോക്കുമ്പോൾ ഒരു പൊട്ടിയ ചട്ടി സൗണ്ട് കേൾക്കാറില്ലേ? അതെവിടെയാ? എന്തുകൊണ്ടായിരുന്നത്? അങ്ങനെ കാരണമുണ്ടോ? പൊട്ടിയ ചട്ടിയിൽ സൗണ്ട് കേൾക്കുന്ന പോലെ കേൾക്കാൻ കാരണം എന്തുകൊണ്ടോ? ഒരു കാരണമുണ്ട്. ഹെഡിലെ സ്വിച്ചേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണോ? ഹെഡിലെ ആ കുട്ടിയുടെ ഹെഡിന്റെ സ്വിച്ചേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നുണ്ടല്ലേ? ഹെഡിന്റെ സ്വിച്ചേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു എപ്പോഴും ആ പൊട്ടിയ ചട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് അല്ലെ? അതുകൊണ്ട് പ്രൊക്കഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു പൊട്ടിയ ചട്ടി പോലെ സൗണ്ട് കേൾക്കാം. ദാറ്റ് സൗണ്ട് ഈസ് ഓൾ ദ സൈൻസ് കളന്ത. ആ സൈനെ വിളിക്കപ്പെടുന്ന മക്വൈൻ സൈൻ. കിട്ടിയോ? ഇനി മറക്കില്ല, ഏത് എക്സാമ്പിൾ ചോദിച്ചാൽ ദ മക്വൈൻ സൈൻ കിട്ടിയല്ലോ. ദ ക്രാക്ക് പോട്ട് സൗണ്ട് അല്ലേ? പെർക്കഷൻ സമയത്ത് ദ ക്രാക്ക് പോട്ട് സൗണ്ട് കേട്ടാൽ മക്വൈൻ സൈൻ പ്രധാനമായിട്ടും ഹൈഡ്രോസഫാലസിനകത്താണ് കാണുന്നത്. ഇനിയൊരു ചോദ്യം, മക്വൈൻ സൈൻ 1, രണ്ടാമത്തെ സൈൻ എല്ലാ എക്സാമിനും കേൾക്കാറുണ്ട്, സൺ സെറ്റിംഗ് സൈൻ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സൺ സെറ്റിംഗ് സെറ്റിംഗ് ആവറ. ഈ ഇടയ്ക്ക് ഇപ്പോഴും ആരെങ്കിലും ഇത് അസ്തമയം കാണാൻ പോയിട്ടുണ്ടോ? ഈവനിങ് ആരെങ്കിലും കടപ്പുറത്ത് പോയിട്ടുണ്ടോ ഈ ഇടയ്ക്ക്? പോയാരെങ്കിലും? പോയോ?
പോണം കടലിൽ പോണം കേട്ടോ. ഇന്ന് പോവും പോണം കേട്ടോ. അതിന് പോയിട്ട് എന്ത് ചെയ്യാം, ഈവനിങ് ഇരിക്കുക, ഒരു 5:30 മണിക്ക് പോയിട്ട് നിട്ട് അവിടെ ആലോചിക്കുക, ഞാൻ ഇനി എന്ത് ചെയ്യണം, എന്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് ആലോചിക്കണം. ആലോചിക്കുമ്പോ കയ്യിൽ ഐസ്ക്രീം പാടില്ല കേട്ടോ. ആലോചിക്കുമ്പോ ഐസ്ക്രീം കഴിച്ച് ആലോചിക്കരുത്. ഞാൻ ഇനി എന്ത് ചെയ്യണം, അടുത്ത ഐസ്ക്രീം വാങ്ങിക്കണോ, അതല്ല ആലോചിക്കേണ്ടത്. എന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ആലോചിക്കണം. അല്ലാതെ ഐസ്ക്രീം വെച്ചുകൊണ്ട് അടുത്ത ഐസ്ക്രീം ചോദിച്ച് വാങ്ങണോ, കഴിച്ചിട്ട് മതിയോ, അതല്ല ചോദ്യം. ഞാൻ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, അല്ലാതെ ഐസ്ക്രീം കഴിച്ചു ആലോചിക്കരുത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ആയിരിക്കും, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളെല്ലാം അങ്ങനെയാ. എവിടെയും പോയാൽ പിന്നെ മറക്കും, എവിടെയും പോയ ഇപ്പൊ ബാക്കിയുള്ള ചുറ്റുകളെല്ലാം മറക്കും. അങ്ങനെ എല്ലാം അങ്ങനെ. ഏത് സൺസെറ്റിങ് എന്താ, സൺ സെറ്റിംഗ് സൈൻ എന്ന് പറയുന്നത് എന്താ? ഇത് ഐസ് ഓപ്പൺ ആണോ, ഐസ് ഓപ്പൺ ആണോ? ആദ്യം ഫസ്റ്റ് അറിയേണ്ട കാര്യം, ഇത് സൺ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഐസ് ഓപ്പൺ ആണോ? സൺ സെറ്റിംഗ് ഫസ്റ്റ് ഐസ് ഓപ്പൺ ആണ്. അത് മനസ്സിലായി. ഐസ് ഓപ്പൺ ആയിരിക്കും. ഐറിസ് താഴോട്ടാണോ? ഐറിസ് താഴോട്ടാണോ? സൺ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഐസ് ഓപ്പൺ ആണ്. ഐറിസ് താഴോട്ടല്ലേ? ഐറിസ് താഴോട്ടല്ലേ? ആണ്. ക്ലിയർ വിസിബിൾ ആണോ? ക്ലിയർ വിസിബിൾ ആണോ? 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 ആണ്. ക്ലിയർ വിസിബിൾ ആണ്. ആണ്. ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെയാണോ സൂര്യൻ അസ്തമിക്കും പോലെ തോന്നുന്നത്? അത് കാണുമ്പോൾ സൂര്യൻ ഉദിക്കും പോലെയാണോ സൂര്യൻ അസ്തമിക്കും പോലെയാണോ തോന്നുന്നത്? ആ സൺ സെറ്റിംഗ് സൈൻ കാണുമ്പോൾ സൂര്യൻ ഉദിക്കും പോലെയാണോ സൂര്യൻ അസ്തമിക്കും പോലെയാണോ? ഐറിസ് താഴോട്ടാണ്. ക്ലിയർ കാണാം, അസ്തമയല്ലേ? അല്ലേ? അല്ലേ? അപ്പൊ ആ സൈൻ കിട്ടിയോ? ആ സൈൻ കിട്ടിയോ? രണ്ട് സൈൻ പറഞ്ഞു. ഏതൊക്കെയാ? മക്വേൻ സൈനും സൺ സെറ്റിംഗ് അല്ലേ? 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 മക്വേൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രാക്ക്ഫോർഡ് സൗണ്ട് കേൾക്കും. മക്വേൻ എന്ന് പറഞ്ഞാൽ ക്രാക്ക്ഫോർഡ് സൗണ്ട് കേൾക്കും. സൺസെറ്റിൽ ഹൈഡ്രോസഫേഴ്സ് കാണുന്നതാണ്. ഐറിസ് താഴോട്ട് വരും, ക്ലിയർ വിസിബിൾ ആവും. ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല വേറെ പ്രധാനമായിട്ടും എന്തൊക്കെ സയൻസ് നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രോസഫർ കാണാൻ പറ്റും. കുട്ടി നല്ല കരച്ചിലായിരിക്കും ഇവിടെ. കുട്ടി നല്ല കരച്ചിൽ എന്ന് പറയുമ്പോൾ നല്ല ഹൈ പിച്ച് സൗണ്ട് കേൾക്കാൻ പറ്റും, നല്ല ഹൈ പിച്ച് ക്രൈ കേൾക്കാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാം ഏതോ ഒരു എക്സാം അറിയാലോ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും എക്സാമിന് ഹൈ പിച്ച് ക്രൈ കേട്ടിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും ഏതെങ്കിലും എക്സാമിന് ഹൈ പിച്ച് ക്രൈ കേൾക്കുന്നത് ഏത് കണ്ടീഷനിലാണ് കണ്ടുണ്ടോ? ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ 3 ചോദ്യം ചോദിക്കുമ്പോൾ അതാണ്. എവിടെയെങ്കിലും ഹൈ പിച്ച് ക്രൈ കുഞ്ഞ് നന്നായി കരയും ഉണ്ടോ? കേട്ടിട്ടുണ്ട്. ചോദ്യമാണ്. ഹൈ പിച്ച് ക്രൈ കണ്ടീഷൻ ഏതാ? ഹൈഡ്രോസഫാലസിലാണ്. ആൻഡ് മക്വേൻ സൈൻ എവിടെയാ? ഹൈഡ്രോസഫാലസിലാണ്. സൺ സെറ്റിംഗ് സൈൻ എവിടെയാ? ഹൈഡ്രോസഫാലസിലാണ്. മറക്കരുത്. എന്തുകൊണ്ടാ വരുന്നത് ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഹൈ പിച്ച് കറയുവാൻ കാരണം? വെറുതെ ഇരുന്ന് കരഞ്ഞാൽ മതിയോ, അതോ ഹൈ പിച്ച് കാരണം എന്തായിരിക്കും? ICP കൂടുന്നുണ്ടോ? കുഞ്ഞിന് പറയാൻ പറ്റുന്നില്ല. ഹെഡിനകത്ത് ICP കൂടുന്നുണ്ടല്ലേ? കുഞ്ഞിന് പറയാൻ അറിയില്ല. ICP കൂടുന്നുണ്ടല്ലേ കുഞ്ഞ് കരയുന്നത്? എപ്പോഴും കുഞ്ഞിന് പറയാറില്ല. ഹെഡിനകത്ത് ICP കൂടും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കരയുന്നത് ഹൈ പിച്ച് ക്രൈ കേൾക്കാൻ വരും. മാത്രമല്ല ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ അടുത്ത ക്ലിനിക്കൽ ഫീച്ചർ എന്താ? വിസിബിൾ സ്കാൽ വെയിൻസ് അല്ലേ? ICP കൂടുന്നു പറഞ്ഞാൽ സ്കാൽ വെയിൻസ് വിസിബിൾ ആയിക്കൂടെ? ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ സ്കാൽ വെയിൻസ് എപ്പോഴും വിസിബിൾ ആയിരിക്കും. പിന്നെ വേറെ സിംറ്റം എന്തെങ്കിലും ഉണ്ടോ? വേറെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സ്യൂച്ചർ ലൈനിന്റെ ഡിസ്റ്റൻസ് കൂടാറില്ലേ? നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സ്യൂച്ചർ ലൈൻസിന്റെ ഡിസ്റ്റൻസും കൂടും. അപ്പൊ എന്താ പറഞ്ഞത്? ഹൈഡ്രോസഫാൾസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയി എന്തൊക്കെയാ പറഞ്ഞത്? ആൻഡിൻ ഫോണ്ടല്ലേ കൂടോ? ആൻഡ് ഫസ്റ്റ് ബൾജിങ് ഫോണ്ടല്ലേ? ഫസ്റ്റ് എന്താ?
the bulging of ഫോണ്ടല്ലേ വരാം. സെക്കൻഡ് എന്താ? പൾസേഷൻ ഉണ്ടോ? the non pulsating അല്ലേ? സെക്കൻഡ് എന്താ? the non pulsating. മൂന്നാമത്തെ എന്താ? the crack pole sound. നാലാമത്തെ പിക്ചർ എന്താ? സൺ സെറ്റിംഗ് സൈൻ. ഐസ് ആയിട്ട് വരും, ക്ലിയർ മുകളിൽ വിസിബിൾ ആയിരിക്കും. അഞ്ചെന്താ? മെക്വൈൻ സൈൻ. ആറെന്താ? ഹൈ പിച്ചുള്ള ക്രൈ ഡ്യൂ ടു ICP കൂടുന്നത് കാരണം. ക്ലിയർ 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 ക്ലിയർ. ഓരോ കാര്യം വളരെ ഇൻഡെപ്ത് ആയിട്ട് വളരെ ഡീറ്റെയിൽ പറഞ്ഞു തന്നു. സ്കാൽ വെയിൽസും വിസിബിൾ അല്ലേ? സ്കാൽ വെയിൽസും വിസിബിൾ ആണ്. ഫ്യൂച്ചർ ലൈനിന്റെ ഡിസ്റ്റൻസ് കൂടും. എല്ലാം പറഞ്ഞു തന്നു. ക്ലിയർ ക്ലിയർ. ഇത് പഠിക്കും പഠിക്കും. ഇപ്പൊ ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് ബാച്ചിലൊക്കെ കൊടുത്തു കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഫോർത്തിലൊക്കെ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് ബാച്ചിലും എല്ലാം ഒരു ഫുൾ ഡേ ക്ലാസ്. ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് ബാച്ചിലും തേർഡ് ബാച്ചിലും കൊടുത്തു. ഇത് നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും നിങ്ങൾക്കാണ് പെൻഡിങ് ഉള്ളത്. എന്തെങ്കിലും ദിവസം നിങ്ങൾ എല്ലാവരും ഫ്രീ ആകാൻ പറയൂ. എന്നാ ഫ്രീ ആവുന്ന എല്ലാവരും? എന്നാണ് ഫ്രീ ആവുന്നത്? ഈ പറഞ്ഞ ദിവസമുണ്ട്. ഇത് കലണ്ടർ ദിവസമുണ്ടോ? സൺഡേ മതിയോ? സൺഡേ വേണോ? കലണ്ടർ ദിവസമാണോ? സൺഡേ മതി. സൺഡേ മതി. ഇത് കലണ്ടർ അവധി ഉണ്ടോ? കലണ്ടർ അവധിക്ക് നിങ്ങൾക്ക് അവധി കിട്ടണമെന്നില്ലല്ലേ? എനിക്ക് കിട്ടും പോലെ കലണ്ടർ അവധിക്ക് നിങ്ങൾക്ക് അവധി കിട്ടണമെന്നില്ല അല്ലേ? ശരിയല്ലേ? ഇല്ല. സൺഡേ മതിയല്ലോ. സൺഡേ മതിയോ? സൺഡേ മതിയോ? എക്സാം കഴിഞ്ഞ ശേഷം ജോലി കിട്ടിയിട്ട് കലണ്ടർ അവധി വേണ്ടേ? എക്സാം പാസ്സായ ശേഷം ഇത് മാനേജ് എന്താ? ഹൈഡ്രോസഫാലസ് വന്നാലേ, ഹൈഡ്രോസഫാലസ് വന്നാൽ എന്താ മാനേജ്? എന്താ മാനേജ്? എന്തായിരിക്കും മാനേജ്മെന്റ്? ഇത് മെഡിക്കൽ മാനേജ് ആയിരിക്കും. ആദ്യമായിട്ട് ഹൈഡ്രോസഫാലസിന്റെ മാനേജ്മെന്റ് ആയിട്ട് മെഡിക്കൽ, സർജിക്കൽ അല്ല, ഫസ്റ്റ് ആദ്യം മതി. എക്സാം ചോദ്യം വരും കേട്ടോ. ഫസ്റ്റ് സെപ്പറേറ്റ് പഠിക്കും, രണ്ടും സെപ്പറേറ്റ് പഠിക്കണം. മാനേജ്മെന്റ് എപ്പോഴും ഈ പറഞ്ഞ മെഡിക്കൽ മാനേജ്മെന്റും സർജിക്കൽ മാനേജ്മെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓസ്മോട്ടിക് ഡയോഡ്സ് കൊടുക്കാറുണ്ടോ? ഓസ്മോട്ടിക് മെഡിക്കൽ മാനേജ്മെന്റ് ഓസ്മോട്ടിക് ഡയോററ്റിക്സ് കൊടുക്കാറുണ്ടോ? എന്തിനു വേണ്ടിയാ? ഓസ്മോട്ടിക് ഡയത്തിന് വേണ്ടിയാ? CSFന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണോ? ആ ഒരു എഡിമ തലയിൽ എന്താണ് സെർബർ എഡിമ കുറയ്ക്കാൻ വേണ്ടി CSF പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഓസ്മോട്ടിക് ഡയോ കൊടുക്കാമോ? കൊടുക്കാല്ലേ? അവിടെ സ്പെസിഫിക് ആയിട്ട് ആ ഡ്രഗിന്റെ പേര് ചോദിക്കും. സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ഓർമ്മിക്കുക, CSFന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കൊടുക്കാം. ഒന്ന് മാൻറ്റോൾ, ശരിയാണ്, മാൻറ്റോൾ. അതുപോലെ തന്നെ അസറ്റാസോളമൈഡ് ഘടനയുണ്ടെങ്കിലും അസറ്റാസോളം കേരള PC എക്സാമിന് പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. അന്നെല്ലാവരും മാൻറ്റോൾ പഠിച്ചുകൊണ്ട്, പക്ഷെ ചോദ്യം ഉണ്ടായിരുന്നു അസറ്റാസോളമൈഡ് എന്ത് ചെയ്യും? CSFന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഫസ്റ്റ് എപ്പോഴും അസറ്റാസോളമൈഡ് എപ്പോഴും ചൂസ് ചെയ്യട്ടോ. അസറ്റാസോളമൈഡ് എപ്പോഴും CSFന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചൂസ് ചെയ്യും. സെക്കൻഡ് ഏതാ? മാൻറ്റോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് എന്താ? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ കേരള PC എക്സാം ചോദിക്കില്ല. അത് മാൻറ്റോൾ അല്ലേ? CSFന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താ? മാൻറ്റോൾ. അത് രണ്ടാമതായിട്ടോ. ഫസ്റ്റ് കൊടുക്കും CSFന്റെ പ്രൊഡക്ഷൻ കുറച്ച് കൊടുക്കും അസറ്റാസോളമൈഡ്. സെക്കൻഡ് ആയിട്ട് മാൻറ്റോൾ കൊടുക്കാം. രണ്ടും ഓസ്മോട്ടിക് ഡയോറിറ്റിക് ആണ്.
ബ്രെയിനിന്റെ എഡിമ കുറയ്ക്കും. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളെപ്പോഴും ഈ പറഞ്ഞ മാൻഡ്രോൾ കൊടുക്കുന്നത് എഡിമ കുറയ്ക്കാൻ വേണ്ടിയല്ലേ? അറിയാലോ, അറിയാലോ. എന്താ മാൻഡ്രോൾ കൊടുക്കുന്നതിന് വേണ്ടിയാ? മാൻഡ്രോൾ എപ്പോ കൊടുക്കുന്നതിന് വേണ്ടി? എഡിമ കുറയ്ക്കാൻ വേണ്ടിയല്ലേ? അസറ്റാസോളം എന്തിനു വേണ്ടിയാ? അസറ്റാസോളമേൻ എന്തിനു വേണ്ടിയാ? അതും CSF പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയല്ലേ? സ്പെസിഫിക് ആയിട്ട് ഓർമ്മിക്കണം, സ്പെസിഫിക് ആയിട്ട് തന്നെ ഓർമ്മിക്കണം. അസറ്റാസോളമേന്റെ ഒരു ഗുണം എന്തായിരിക്കും? ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുമ്പോഴും അസറ്റാസോൾ കൊടുക്കാറുണ്ട്. മറക്കരുത്, ഈ പറഞ്ഞ IOP ഇല്ലേ, IOP കൂടുമ്പോഴും കൊടുക്കാറുണ്ട്. CSF പ്രൊഡക്ഷൻ കുറയ്ക്കാനും കൊടുക്കും. രണ്ട് കാര്യമുണ്ട്. IOP ഇല്ലേ, IOP കൂടുമ്പോൾ എന്താണ്, അത് കുറയ്ക്കാൻ വേണ്ടി അസറ്റാസോളമേൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ CSF പ്രൊഡക്ഷൻ കുറയ്ക്കാൻ എപ്പോഴും എന്ത് കൊടുക്കാറുണ്ട്? അസറ്റാസോളമേൻ കൊടുക്കാറുണ്ട്. ക്ലിയർ? ക്ലിയർ? അത് മാത്രമല്ല, പറഞ്ഞുതരാം. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ അറിവിന് വേണ്ടി പറഞ്ഞു, ചോദിക്കില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇത് അക്യൂസ് ഹ്യൂമർ കേട്ടുണ്ടോ? ഇത് അക്യൂസ് ഹ്യൂമർ, അക്യൂസ് ഹ്യൂമർ കേട്ടുണ്ടോ? അക്യൂസ് ഹ്യൂമർ കേട്ടുണ്ടോ? അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അക്യൂസ് ഹ്യൂമർ ഇല്ലേ, അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാറുണ്ട്. അതിന്റെ പ്ലൂറൽ ഫ്ലൂയിഡ് ഇല്ലേ, പ്ലൂറൽ ഫ്ലൂയിഡ് ഇല്ലേ, അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും കപ്പാസിറ്റി ഉള്ള എല്ലാം കുറയ്ക്കാൻ CSF ആയാലും അക്യൂസ് ഹ്യൂമർ ആയാലും പ്ലൂറൽ ഫ്ലൂയിഡ് ആയാലും എന്തിന്റെയും പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നമുക്ക് എപ്പോഴും അസറ്റാസോളമേൻ കൊടുക്കാറുണ്ട്. മെഡിക്കൽ മാനേജ്മെന്റ് ക്ലിയർ? സ്റ്റോപ്പ് ചെയ്ത് പറയുന്നു. മെഡിക്കൽ മാനേജ്മെന്റ് ക്ലിയർ? ക്ലിയർ? അടുത്തതാ ചോദ്യ, അടുത്തതാ നെക്സ്റ്റ് ഏതാ? സർജിക്കൽ പറയും, സർജിക്കൽ. ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ടോ, ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ട് 10-30 വട്ടം, 10-30 വട്ടം. അർജൻസി, ഫ്രീക്വൻസി, എമർജൻസി ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് വെള്ളം കുടിച്ചിട്ടൊക്കെ വരിക. ഓക്കെ, 10:35 റീസ്റ്റാർട്ട് ചെയ്യും. 10:35 അർജൻസി, എമർജൻസി, ഫ്രീക്വൻസി എന്തുകൊണ്ട് കിട്ടും പോട്ടും. ഓക്കെ, ബൈ. 10:30.
സ്റ്റാർട്ട് ചെയ്യാം. എത്തിയോ? സ്റ്റാർട്ട് ചെയ്യാം. ഒരു കോൾ നോട്ടോ. കോള് സ്റ്റാർട്ട് ചെയ്യണേ. സ്പെസിഫിക് ആയിട്ട് ഓർമ്മിക്കണം. അസറ്റസോളമൈഡിന്റെ ഗുണം എന്താ? അസറ്റസോളമൈഡ് എന്ന ഡ്രഗിന്റെ ഗുണം എന്താ? സ്പെസിഫിക് ആയിട്ട് ഓർമ്മിക്കണം. അസറ്റസോളമൈഡ് എന്ന ഡ്രഗിന്റെ ഗുണം എന്താ? ICP കുറയ്ക്കുമോ കൂട്ടുമോ? ICP കുറയ്ക്കുമോ കൂട്ടുമോ? അസറ്റസോളമൈഡ് എന്ന ഡ്രഗിന്റെ ഫങ്ഷൻ സ്പെസിഫിക് ആയിട്ട് അറിയണം. എന്തായിരിക്കും? നമുക്ക് എല്ലാ ഡ്രഗും പഠിക്കാനില്ല, പക്ഷെ പഠിക്കുന്ന കുറച്ചൊക്കെ ചോദിക്കും. കുറയ്ക്കും അല്ലേ? ICP കുറയ്ക്കും അല്ലേ? ശരിയല്ലേ? നമുക്ക് എല്ലാ ഡ്രഗും പഠിക്കാനുണ്ടോ? എല്ലാ ഡ്രഗും പഠിക്കാനുണ്ടോ? ഇല്ലല്ലോ. എല്ലാ ഡ്രഗ്സും പഠിക്കാനുണ്ടോ? ഇല്ല. പക്ഷെ പഠിക്കുന്ന ചില ഡ്രഗ്സ് എക്സാമിൽ ചോദിക്കും. അസറ്റസോളമൈഡ് ഇപ്പൊ എന്ത് ചെയ്യും? ICP കുറയ്ക്കും. ICP മാത്രമാണോ? ഞാനത് പറഞ്ഞു. IOP കുറയ്ക്കും. ഇൻട്രാ ഓക്കുലർ പ്രഷറും കുറയ്ക്കാൻ കൊടുക്കില്ലേ? ഇൻട്രാ ഓക്കുലർ പ്രഷറും കുറയ്ക്കാൻ അസറ്റസോളമൈഡ് കൊടുക്കും. രണ്ട് ഫങ്ഷൻ, ICP കുറയ്ക്കാനും അതുപോലെ തന്നെ IOP കുറയ്ക്കാനും കൊടുക്കാറില്ലേ? IOP കൊടുക്കാറുണ്ടോ? പറഞ്ഞേ, ഉത്തരം പറട്ടെ. കൊടുക്കാറുണ്ട് IOPക്ക്. IOP കുറയ്ക്കാൻ വേണ്ടി അസറ്റസോളമൈഡ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്റെ എത്രയാ? നോർമൽ IOP എത്രയാ? നോർമൽ IOP എത്രയാ? ഇൻട്രാ ഓക്കുലർ പ്രശ്നം പറഞ്ഞു തന്നു. ക്ലാസ് സ്റ്റാർട്ട് പറഞ്ഞു തന്നു. നോർമൽ IOP എത്ര? 10 തൊട്ട് 21 mmOH അല്ലേ? IOP ആണെങ്കിൽ 10 തൊട്ട് 21 mmOH. അത് കുറയ്ക്കാനും അസറ്റസോളമൈഡ് കൊടുക്കാം. ICP എത്ര നോർമൽ? ICP എത്രയാ? 5 തൊട്ട് 15 അല്ലേ? അതെന്താ? ബാക്കി എന്താ? ബാക്കി പേരെന്താ? അമ്മയുടെ പേരെന്താ? ബാക്കി വരുന്ന 5ഉം 15 ഇടയിൽ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെയും അമ്മയുടെയും പേരെന്താ? MMOH അല്ലേ? രണ്ട് വാല്യൂസും അറിയാം. IOP യിലും ICP കുറയ്ക്കാൻ വേണ്ടി അസറ്റസോളമൈഡ് കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ എക്സാം ഉണ്ടായ ചോദ്യം. മാത്രമല്ല, ഇത് അക്വസ്യൂമർ അല്ലേ? അക്വസ്യൂമർ ആയാലും ശരി, CSF ശരി, പ്ലൂറൽ ഫ്ലൂയിഡ് ശരി, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും പ്രൊഡക്ഷനില്ലേ കുറയ്ക്കാൻ വേണ്ടി അസറ്റസോളമൈഡ് കൊടുക്കാറുണ്ടോ? അതിന്റെ മെഡിക്കൽ മാനേജ്മെന്റ്, അതെല്ലാം മെഡിക്കൽ മാനേജ്മെന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. അവിടെ ചോദ്യം അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. പക്ഷെ സർജിക്കൽ മാനേജ്മെന്റ് ചോദ്യം വീണ്ടും പലതരമാണ്. സർജിക്കൽ മാനേജ്മെന്റ്, ഈ ഹൈഡ്രോസൾഫാൻസിന്റെ സർജിക്കൽ മാനേജ്മെന്റ് ചോദ്യം പലതരമുണ്ട്. എത്ര ടൈപ്സ് ഉണ്ട്? പ്രധാനപ്പെട്ട എത്ര ടൈപ്സ് ഓഫ് ദ ഷണ്ട് ഉണ്ട്? ഷണ്ട് 4 ഉണ്ടല്ലേ? ഹൈഡ്രോസൾഫർ പ്രധാനമായിട്ട് 4 ടൈപ്സ് ഓഫ് ഷണ്ട്. ഷണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷണ്ട് എന്താ? ഷണ്ടോ? സാർ എന്താ പറയുന്നത്? കേൾക്കാത്ത വാക്കാണ്. ഷണ്ട് എന്ന് പറയാം. ഷണ്ട് എന്താ? ഷണ്ട് അയ്യോ എന്താ? അയ്യോ അറിയില്ല സാർ, പറഞ്ഞു തന്നെ. ഷണ്ട് എന്താ? ഡ്രൈൻ ചെയ്യുക, പാത്വേ അല്ലേ? പാത്വേ വഴിമാറ്റി വിടും അല്ലേ? ഷണ്ട് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസ് നിന്നും നേരെ CSF-നെ എടുത്ത് മാറ്റി വിടുകയാണോ? ബ്രെയിന്റെ വെൻട്രിക്കിൾസ് നിന്നും CSF-നെ എടുത്ത് വഴി തിരിച്ചു വിടുക, മാറ്റി വിടുകയാണോ? ഷണ്ട് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ CSF-ന്റെ ആ ഒരു വഴി, പാത്വേ മാറ്റി വിടുകയാണോ ഷണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ ഷണ്ട്? അത് ചെണ്ടയല്ല. ഷണ്ട് ചെണ്ട രാത്രി വട്ടായോ? ചെണ്ടയല്ല. ഷണ്ട് ബ്രെയിനിന്റെ വെൻട്രിക്കിൾ നിന്ന് വഴി പിടിച്ച് അവനെ മാറ്റിവിടുക. CSF ഇതുവഴി പോണ്ട, നീ കറങ്ങിപ്പോയാൽ മതി അല്ലേ? CSF എന്താണ്? നീ നേരെ പോണ്ട, CSF നേരെ പോണ്ട, നീ വഴി തിരിഞ്ഞ് കറങ്ങി ചുറ്റി പോവുക അല്ലേ? ശരിയല്ലേ? CSF സ്ട്രെയിറ്റ് ആയി പോണ്ട,
നീ കറങ്ങി തിരിഞ്ഞ് വഴി തിരിച്ച് ഞാൻ വിടും, ഷണ്ട് വഴി വിട്ട് പോവുക. 4 ടൈപ്സ് ഓഫ് ഷണ്ട് ഏതൊക്കെയാ? പ്രധാനമായിട്ട് 4 ടൈപ്സ് ഓഫ് ഷണ്ട് ഉണ്ട്. ചോദ്യം പോലും സർജിക്കൽ മാനേജ് ചിലപ്പം 4 ടൈപ്സ് ഓഫ് ഷണ്ട് പേര് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാ? വെൻട്രിക്കുലർ, VP ഷണ്ട് കേട്ടോ, VP വെൻട്രിക്കുലോ പെരിറ്റോൾ ഷണ്ട്, VP വെൻട്രിക്കുലർ പെരിറ്റോൾ ഷണ്ട്, VP. ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് പഠിക്കുകയായിരുന്നു. പഠിക്കില്ല. ഈ ക്ലാസ് റെക്കോർഡ് പഠിക്കില്ല. ഞാൻ മാക്സിമം ലൈവ് പഠിപ്പിക്കാറ് കേട്ടോ. കാരണം ചോദ്യം വരും. കാരണം എനിക്കറിയാം, ഞാൻ എക്സാക്ട് പറയും. ചോദ്യമാണ്. നമ്മളെപ്പോഴും ദ മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്ന ഷണ്ട് ഏതാ? മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന CSFനെ കടത്തിവിടാൻ വേണ്ടി മോസ്റ്റ് VP അല്ലേ? ആ ചോദ്യം ഇലക്ഷൻ ചോദിക്കും. VP എന്ന് എന്തായിരിക്കും? ഫസ്റ്റ് ഷണ്ടാണ് വെൻട്രിക്കുലർ പെരിറ്റോൾ ഷണ്ട് അല്ലേ? എങ്ങോട്ട് ബ്രെയിനിലെ CSFനെ പിടിച്ച് എങ്ങോട്ട് ബ്രെയിനിലെ CSFനെ പിടിച്ച് എങ്ങോട്ട്? പെരിറ്റോൾ ക്യാവിറ്റീസിലോട്ട്. ബ്രെയിനിലെ CSFനെ പിടിച്ച് പെരിറ്റോൾ ക്യാവിറ്റിയോട് ഡ്രെയിൻ ചെയ്താൽ എന്ത് ഷണ്ടാ? ബ്രെയിനിലെ CSFനെ പിടിച്ച് പെരിറ്റോൾ ക്യാവിറ്റീസിലോട്ട് ഡ്രെയിൻ ചെയ്താൽ എന്ത് ഷണ്ടാ? VP ഷണ്ട്. മറക്കരുത്. ബ്രെയിനിലെ CSFനെ പിടിച്ച് പെരിറ്റോൾ ക്യാവിറ്റിയിലോട്ട് ഡ്രെയിൻ ചെയ്താൽ ഏത് ഷണ്ടാ? VP അല്ലേ? വെൻട്രിക്കുലോ പെരിറ്റോൾ ഷണ്ട് അല്ലേ? ഏറ്റവും എഫക്റ്റീവ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാ? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷണ്ട് ഏതാ? VP ഷണ്ട് അല്ലേ? ഏറ്റവും എഫക്റ്റീവ് മോസ്റ്റ് കോമൺ ഏതാ? VP അല്ലേ? അത് ക്ലിയർ ആയോ? ഫസ്റ്റ് കിട്ടിയോ? കിട്ടി. ആരൊക്കെ ഇന്ന് മൊത്തം നല്ല ഓടി തളർന്നു വന്നായിരിക്കുണ്ടോ? രാവിലെ തൊട്ട് ഓടി ജോലി ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് വന്നായിരിക്കുണ്ടോ? രാവിലെ തൊട്ട് ഓടി തളർന്ന് ക്ഷീണിച്ച് വന്നായിരിക്കുണ്ടോ? ഉണ്ടോ? രാത്രിയോടെ എനിക്ക് രാവിലെ എത്ര മണിക്ക് എണീക്കും? എത്ര മണി എണീക്കും? 5, 6, 7, 4, 3, 4, 5. എന്റെ പ്രൊഫൈൽ നോക്കി അറിയാം. ഞാൻ എപ്പോ ഉറങ്ങും, ഞാൻ എപ്പോ എഴുന്നേക്കും. എന്റെ പ്രൊഫൈൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. കാണാറുണ്ട് ആൾക്കാർ സ്റ്റാറ്റസും പ്രൊഫൈൽ അറിയാലോ. അത് കാണണം. 5 മണിക്ക് മേലെ നിങ്ങൾ ശല്യം കൊണ്ടാണ് എനിക്ക്. ഞാൻ എഴുതിക്കുന്നല്ല, ഉറക്കമില്ലെന്നല്ല, ശല്യം കൊണ്ടാ. എനിക്ക് ഉറക്കമില്ലെന്നല്ല, നിങ്ങളുടെ ശല്യം കൊണ്ടാ. എപ്പോ റിപ്ലൈ കിട്ടുമല്ലേ? ആരെങ്കിലും മെസ്സേജ് എന്താണ് രാവിലെ അല്ലേ? എക്സാക്ട് രാവിലെ ആരെങ്കിലും മെസ്സേജ് സാർ അത് മിസ്സായി പോയി എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് ഉറക്കം വരാൻ പറ്റും. അത് നീ കാണുന്നെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് ഉറക്കം വരും. സാർ മിസ്സായി പോയി, അയച്ചു തരും. അത് കണ്ടാൽ ഉറക്കം വരും. സത്യം പറയും. കഴിയുമ്പോൾ ക്ലാസ്സുമില്ല. ആരെങ്കിലും ഈ 500, 600, 650 വരെ ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ സാർ മിസ്സായി പോയി രാവിലെ, അത് പിന്നെ കാണുകയാണെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഉറക്കം വരുമോ? സാർ ആ സിസ്റ്റത്തിന്റെ ഈ റെക്കോർഡിംഗ് മിസ്സായി പോയി, അയച്ചു തരുമോ? ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്നറിയാമോ? ആ കുട്ടി പഠിക്കാതിരിക്കുകയാണ്. രാവിലെയാണ്, ഏർലി മോർണിംഗ് ആണ്, 4 മണിയാണ്. പഠിക്കട്ടെ. പിന്നെ എഴുന്നേറ്റ് എല്ലാം കൊടുത്ത്
ശേഷം അത് കിടന്നുറങ്ങും. അത് വാങ്ങിച്ചു വെച്ചിട്ട് അത് കിടന്നുറങ്ങും, ഞാൻ ഉറങ്ങില്ല. ശരിയല്ലേ? അത് വാങ്ങിച്ചു വെച്ചിട്ട് അത് കിടന്നുറങ്ങും, ഞാൻ ഉറങ്ങില്ല. ശരിയല്ലേ? അത് വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് അത് കിടന്നുറങ്ങും, പക്ഷെ എന്റെ ഉറക്കം പോകും. സത്യമല്ലേ? അനുഭവം അനുഭവമുണ്ടോ? അനുഭവമുണ്ടോ? അത് ചോദിച്ച് വാങ്ങിക്കും, ശേഷം അത് കിടന്ന് സുഖമായിട്ടിറങ്ങും. ചോദിച്ചു വാങ്ങിച്ചു 10 മിനിറ്റ് കിട്ടി, 5-10 മിനിറ്റ് എല്ലാം കെട്ടിക്കഴിഞ്ഞു. പക്ഷെ 4 മണി തൊട്ട് അത് ഉറങ്ങി. 4 തൊട്ട് ഞാൻ ഉറങ്ങാതെ ഇരിക്കും. എന്ത് ചെയ്യും? സത്യമല്ലേ? ഇതൊക്കെ അനുഭവങ്ങളാ പറയുന്നത്, സത്യമല്ലേ? പഠിക്കുക, പാസ്സാവുക, പഠിക്കുക. സോ ദ ഫസ്റ്റ് കിട്ടിയോ? ദ BP കിട്ടിയോ? വെൻട്രിക്കുലോ പെരിറ്റോൺസ് കിട്ടിയോ? ഏതോട്ട് പോകുന്ന CSF ഡ്രൈൻ ചെയ്ത് ഇങ്ങോട്ടത് പെരിറ്റോണിലോട്ട്. CSF ഡ്രൈൻ ചെയ്ത് കൊണ്ട് പെരിറ്റോണിൽ കൊണ്ടുപോയാൽ വെൻട്രിക്കുലോ പെരിറ്റോൺ ഷണ്ട് എന്ന് വിളിക്കാം, മറക്കരുത്. സെക്കൻഡ് ഇസ് വെൻട്രിക്കുലോ ഏട്രിയൽ ഷണ്ട്, VA ഷണ്ട്. VA VA VA. ഇതിൽ 10ാം ക്ലാസ് ആർക്കൊക്കെ A+ ഉണ്ട്? 10ാം ക്ലാസ് ആർക്കൊക്കെ A+ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ് ഉണ്ടായിരുന്നു ആർക്കില്ല? 10ാം ക്ലാസ് ആർക്ക് A+ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ് ആർക്ക് A+ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ്സിലും +2ലും A+ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? 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 എനിക്ക് ഒരു A+ ഇല്ല. എനിക്ക് ഒരു A+ ഇല്ല. ഞാൻ കള്ളം പറയില്ല, ഞാൻ കള്ളം പറയില്ല. എനിക്ക് ഒരു A+ ഇല്ല. എനിക്ക് ഒരു A+ ഇല്ല. ഒരു A+ ഇല്ല. പക്ഷേ നഴ്സിങ്ങിന് മൈക്രോബയോളജിയിൽ പറയേണ്ട ശരി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. നല്ല മാർക്ക് പറയുമ്പോൾ നഴ്സിംഗിൽ മൈക്രോബയോളജിക്കും വേറെ സബ്ജക്റ്റിനും നല്ല, ഞാൻ വേറെ ലെവലായിരുന്നു. നഴ്സിംഗ് എന്ന് എന്താണ്? ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കുമ്പോഴേ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കുമ്പോഴേ, നമ്മൾ അറിഞ്ഞ് ആ ഒരു കഷ്ടപ്പാട് അറിഞ്ഞ് പഠിക്കുമ്പോഴേ, ശരിയല്ലേ? നമ്മൾ അറിഞ്ഞ് ആ ഒരു കഷ്ടപ്പാട്ട് പഠിക്കുമ്പോൾ ആ റാങ്ക് ആയിരുന്നു. പക്ഷെ 10ലും +2 ഇല്ല. 10ലും +2 ഇല്ല. പക്ഷെ നമ്മളൊരു കാര്യം അവിടെ പോയിട്ട് ഇഷ്ടപ്പെടുമ്പോഴേ, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കണം കേട്ടോ. എന്താ പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അതെ, പറഞ്ഞ പോലെ ശരിയാ. പറഞ്ഞ പോലെ തന്നെ ഇത് നഴ്സിംഗ് പഠിക്കുമ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിച്ചില്ലേ? നഴ്സിംഗ് പഠിച്ച സമയത്ത് ഇതുപോലെ പഠിക്കണമെന്ന് ആരും ആഗ്രഹിച്ചോ? ആരെങ്കിലും ആഗ്രഹിച്ചുണ്ടായിരുന്നു? നഴ്സിംഗ് പഠിച്ച സമയത്ത് ഇതുപോലെ പഠിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചുണ്ടോ? ഉണ്ടല്ലോ, സത്യതല്ലേ? അന്ന് വരും പോകും, വരും പോകും, വരും പോകും. യെസ്. അവരാരും ഇഷ്ടപ്പെട്ടില്ലല്ലോ. അവരാരും ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചില്ല. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും. സോ ഫസ്റ്റ് ക്ലിയർ ആയി. സെക്കൻഡ് എന്താ? വെൻട്രിക്കുലർ ഏട്രിയൽ ഷണ്ട്, VA ഷണ്ട്. BP കണ്ടു. അടുത്ത VA എന്താണ്? BP കണ്ടു. VA എന്താ? VA. അവിടെ ചോദ്യം വേറൊന്നുമില്ല, കാര്യം അറിയല്ലോ. CSF ഡ്രെയിൻ അറിയല്ലോ. ഫസ്റ്റ് കാര്യം CSF ഡ്രെയിൻ അറിയല്ലോ. എനിക്കതറിയണം. ഫസ്റ്റ് കാര്യം CSF ഡ്രെയിൻ ചെയ്യുന്നറിയോ? VA ഷണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം കാര്യം CSF ഡ്രെയിൻ ചെയ്യുമെന്നറിയല്ലോ. ഫസ്റ്റ് കാര്യം VA ഷണ്ട് കേൾക്കുമ്പോൾ തന്നെ CSF ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ളതാണെന്ന് അറിയാലോ. VA ഷണ്ട് BP ഷണ്ട് കേട്ടാലും CSF ഡ്രെയിൻ ചെയ്യാനുള്ളതാണ്. അറിയാലോ. അറിയാം.
ഇനി വി എന്ന് പറയുമ്പോൾ അത് ഏത് ചേംബറിലാണെന്ന് മാത്രം ചോദ്യം. റൈറ്റ് ഏട്രിയം ആണോ ലെഫ്റ്റ് ഏട്രിയം ആണോ? CSF ഡ്രെയിൻ ചെയ്ത് ചേംബർ ഏതാ? റൈറ്റ് ഏട്രിയം ആണോ ലെഫ്റ്റ് ഏട്രിയം ആണോ VA ഷണ്ട് ഡ്രെയിൻ ചെയ്ത്? ചോദ്യം അതാ വരുന്നത്. CSF ഡ്രെയിൻ ചെയ്ത് അവിടെ കൊട്ടാ റൈറ്റ് ഏട്രിയത്തിലോട്ടല്ലേ? റൈറ്റ് ഏട്രിയല്ലേ? ശരിയല്ലേ? CSF ഡ്രെയിൻ എങ്ങോട്ടാ? റൈറ്റ് ഏട്രിയത്തിലോട്ട് അടഞ്ഞു വിളിക്കാം. വെൻട്രിക്കുലോ ഏട്രിയൽ ഷണ്ട് എന്ന് വിളിക്കാം. രണ്ടും കിട്ടിയല്ലോ, രണ്ടും കിട്ടിയല്ലോ, കിട്ടി. ആൻഡ് ഫസ്റ്റും സെക്കൻഡും കിട്ടി. ചോദ്യം വരിക ആൻഡ് ഈ പിക്ചർ കാണാൻ കേട്ടോ. ഈ പിക്ചർ അല്ലേ ആഫ്റ്റർ ക്ലാസ്? ഇത് നോട്ട് കിട്ടിയതല്ലോ. നോട്ട് വായിച്ചു ആരെങ്കിലും? ഞാൻ എട്ടരയ്ക്ക് നോട്ട് വായിക്കിട്ട് കണ്ടായിരുന്നു. നോട്ട് വായിച്ചോ? ഇവിടെ കണ്ടു. ഹാർട്ടിലോട്ട് വി ആണെങ്കിൽ ഹാർട്ടിലോട്ട്, അത് VP ആണെങ്കിൽ എങ്ങോട്ടാ? പെരിറ്റോൾ ക്യാവിറ്റിയിലോട്ട്. VP ആണെങ്കിൽ പെരിറ്റോൾ ക്യാവിറ്റിയിലോട്ട്. VP ആണെങ്കിൽ പെരിറ്റോൾ ക്യാവിറ്റിയിലോട്ട്. VA ആണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിലോട്ട്. രണ്ട് കാര്യം മറക്കാതെ ഓർമ്മിക്കുക. ഇനി വേറെ ഷണ്ടുണ്ടോ? വെൻട്രിക്കുലോ ദ പ്ലൂറൽ ഷണ്ട് VP. വെൻട്രിക്കുലോ ദ പ്ലൂറൽ ഷണ്ട് എന്തായിരിക്കും? CSF എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും? ലങ്സിന്റെ ദ പ്ലൂറൽ ക്യാവിറ്റിയിലെ CSFനെ ലങ്സിന്റെ ദ പ്ലൂറൽ ക്യാവിറ്റീസിലോട്ട് ഡ്രെയിൻ ചെയ്യല്ലേ? CSFനെ ലങ്സിന്റെ ദ പ്ലൂറൽ ക്യാവിറ്റീസിലോട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഷണ്ടാ VP ഷണ്ട് അല്ലേ? VP. ഇനി പ്രശ്നമുണ്ടോ? പഠിക്കാതെ പ്രശ്നമുണ്ട്. വെൻട്രിക്കുലോ VU ഉണ്ടോടെ? VU യൂറിറ്റേഴ്സിലോട്ട് VU ഉണ്ടോടെ? CSF നേരെ ഇന്ന് യൂറിറ്റേഴ്സിലോട്ട് ഡ്രൈൻ ചെയ്യാറുണ്ടോ? യൂറിറ്റേഴ്സിലോട്ട് CFനെ ഡ്രൈൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ 4 ടൈപ്പ് അല്ലേ CSFനെ യൂറിറ്റേഴ്സിലോട്ട് ഡ്രൈൻ ചെയ്യാറുണ്ട്. VU ഷണ്ട് അല്ലേ? 4 ടൈപ്പ് ഷണ്ട് അല്ലേ? 4 ടൈപ്സ് ഓഫ് ഷണ്ട് ക്ലിയർ. അപ്പൊ CSFനെ പ്ലൂറലിലോട്ട് എങ്ങോട്ടാ എന്ത് വിളിക്കാം? CSFനെ പ്ലൂറൽ ക്യാവിറ്റീസിലോട്ട് കൊണ്ടുപോയത് വിളിക്കാം. CSFനെ പ്ലൂറൽ ക്യാവിറ്റി VP അല്ലേ? ആൻഡ് CSFനെ പെരിറ്റോൾ ക്യാവിറ്റിയിൽ കൊണ്ട് വിളിക്കാം. CSFനെ പെരിറ്റോൾ ക്യാവിറ്റിയിൽ കൊണ്ട് വിളിക്കാം. ഇതെന്ത് വിളിക്കാം? CSF നേരെ റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ട് വിളിക്കാം. റൈറ്റ് ഏട്രിയം ആണെങ്കിൽ VA. CSFനെ ഡ്രൈവ് ചെയ്ത് പതിയെ ലങ്സിലോട്ട് കൊണ്ടുപോയത് വിളിക്കാം. ലങ്സ് ആണെങ്കിൽ വിളിക്കാം ദ പ്ലൂറൽ VP. CSFനെ യൂറിറ്റേഴ്സിലോട്ടാണെങ്കിലോ? യൂറിറ്റേഴ്സിലാണെങ്കിലോ വെൻട്രിക്കുലർ യൂറിറ്റേഴ്സ് ഉണ്ടല്ലേ? ക്ലിയർ. യെസ്. ഇതിന്റെ ഈ കണ്ടീഷന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് അറിയണം. എക്സാക്ട് ഒരു ഒറ്റ കാഴ്ച മതി. ഇതിന്റെ റെക്കോർഡ് ചെയ്യേണ്ടിയില്ലേ? കഴിഞ്ഞ BSc പഠിപ്പിച്ച റെക്കോർഡ് ചെയ്യേണ്ടിയില്ലേ? അറിയാലേ പറഞ്ഞത് ഇല്ലേ? കഴിഞ്ഞ DHSന് പഠിപ്പിച്ച ആൾക്കാർക്ക് അറിയാം. റെക്കോർഡിങ്ങിന്റെ ഇല്ലേ? റെക്കോർഡിംഗ് എന്റെ കയ്യില്ലേ? ഞാൻ പോസ്റ്റ് ചെയ്തില്ലല്ലോ. ഇന്ന് ഈ പറഞ്ഞ റെക്കോർഡിംഗ് പഠിക്കുക എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തില്ലല്ലോ. ഇന്ന് ഈ പറഞ്ഞ റെക്കോർഡിംഗ് പഠിക്കുക എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തില്ലല്ലോ. ഇല്ല. കാരണം അറിയാമോ? ചോദിട്ടാതി ഈ രാത്രിയും വിശന്ന് രക്തം കൊടുത്ത് ഒരു തുള്ളി ബ്ലഡ് ഇല്ലാതെ
ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ബ്ലഡ് ഇല്ല, പോയി. ആ കുറച്ചുകൂടെ കിട്ടോ, ആ കുറച്ച് ചോദിക്കട്ടെ, ഇത് മാക്സിമം എത്ര അടിക്കും ഇത് കൊടുക്കുന്ന ബ്ലഡ്? മാക്സിമം എത്ര ബ്ലഡ് കൊടുക്കുന്ന? മാക്സിമം എത്ര കൊടുക്കുന്നത് ബ്ലഡ്? ചോദിക്കട്ടെ, 500ആണോ 300ആണോ? 500ആണോ 300ആണോ? 300ആണോ 500ആണോ 400ആണോ? 300. ചോദിക്കട്ടെ, ആ ചോദ്യം അത്. ആൻഡ് നീഡിൽസ് എത്രയാ? നീഡിൽ സൈസ് എത്രയാ? നീഡിൽസ് എത്രയാ? നീഡിൽ സൈസ് എത്ര ഗോജ? സൈസ് ഗോജ എത്രയാ? 18. 18. 18. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആൻഡ് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഏതാ? ഏത് കമ്പനിയാ? ആൻഡ് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഏത് കമ്പനിയാ? കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഏത് കമ്പനിയാ? ടൈഗർ അല്ല, ബ്രിട്ടാനിയ. കൊടുക്കുന്ന ജ്യൂസ് കേരള P6 പ്രീവിയസ് ചോദ്യം. കൊടുക്കുന്ന ജ്യൂസ് ഏതാ? ഫ്രൂട്ടി. മറക്കരുത്, ചോദിക്കും കേട്ടോ. ആരെയും ചോദിക്കും, ആരെങ്കിലും ചോദ്യം കേട്ടോ. ഉള്ളത് പഠിക്കാനേ പോയി, ഇതുകൂടെ പഠിക്കാതെ. അതൊക്കെ. സോ ദ പോസ്റ്റ് എന്തായിരിക്കും? ഷണ്ട കിട്ടി കഴിഞ്ഞു, ഷണ്ടെല്ലാം കഴിഞ്ഞു. ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാല്യൂ എന്താ? പഠിക്കാനും പറയുന്നില്ല. ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ് എന്താ? ഇമ്പോർട്ടന്റാ. നമ്മൾ ഈ പറഞ്ഞ BP ഷണ്ട കിട്ടി എന്ത് ചെയ്യോടെ? BP ഷണ്ടും VAയും എന്ത് ചെയ്യോടെ? ഷണ്ട് ഇട്ടാൽ എന്ത് ചെയ്യണം? പേഷ്യന്റിനെ ഏത് സൈഡിൽ കിടത്തണം? അതാ ചോദ്യം. ഷണ്ട് ഇട്ടാൽ പേഷ്യന്റിനെ ഏത് സൈഡിൽ കിടത്തണം? ഓപ്പറേറ്റീവ് സൈഡാണോ അൺഓപ്പറേറ്റീവ് സൈഡാണോ? ആ ചോദ്യം. പേഷ്യന്റിനെ കിടച്ചെഴുത ഓപ്പറേറ്റീവ് ഓർ അൺഓപ്പറേറ്റീവ്? അൺഓപ്പറേറ്റീവ് സൈഡ് അല്ലേ? എന്തുകൊണ്ടാ? ഷണ്ടിന്റെ വാൽവിന്റെ പ്രഷർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? ഷണ്ടിന്റെ വാൽവിന്റെ പ്രഷർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? അൺഓപ്പറേറ്റീവ് സൈഡ് കിടക്കാൻ കാരണം ഷണ്ടിന്റെ വാൽവിന്റെ പ്രഷർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതാ പ്രശ്നം? ഏതാ? ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് ആണോ? ആർക്കാ ഫ്ലാറ്റ് ഉള്ളത്? ആർക്കാ ഫ്ലാറ്റ്? ആർക്കാ? ചൈൽഡാണോ? ചൈൽഡിലാണോ? ഫ്ലാറ്റ് ആർക്കാ? ഫ്ലാറ്റ് ആർക്കാ? ഹൈഡ്രോസഫാലസ് അല്ലേ? ചൈൽഡല്ലേ? പഠിക്കുന്നത് ഹൈഡ്രോസഫാലസ് അല്ലേ? പഠിക്കുന്നത് കുട്ടിയല്ലേ? പഠിക്കുന്ന കുട്ടിയല്ലേ? ഹൈഡ്രോസഫാലസ് അല്ലേ? ഹൈഡ്രോസഫാലസ് ആണെങ്കിൽ ഈ പറഞ്ഞ കുട്ടിയെ ഫ്ലാറ്റ് ആക്കി കിടക്കാൻ എന്തിനു വേണ്ടിയാ? ഹൈഡ്രോസഫാലസ് ആണെങ്കിൽ ഈ പറഞ്ഞ സർജറി കഴിഞ്ഞ ശേഷം VA ആയാലും VP ആയാലും എന്ത് കഴിഞ്ഞാലും സർജറിക്ക് ശേഷം കുട്ടിയെ ഫ്ലാറ്റ് ആയിട്ട് കിടത്താൻ കാരണം എന്താ? ICP കുറയ്ക്കാനല്ലേ? ഈ പറഞ്ഞ എന്ത് സർജറി ആയാലും ഈ പറഞ്ഞ ICP കാരണം കുറയ്ക്കാവുന്നതാ. എന്താ? ഫ്ലാറ്റ് പ്രശ്നമല്ലേ? ICP കുറയ്ക്കാൻ വേണ്ടിയാണോ? ആണോ? 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 ആണ്. അതേസമയം വീണ്ടും ചോദ്യം വരും, ICP കൂടിയാൽ എന്ത് പോസ്റ്റിംഗ് കൊടുക്കും? അവിടെയാ ചോദ്യം. ICP കൂടിയാൽ എന്ത് പോസ്റ്റിംഗ് കൊടുക്കും? ഹെഡ് എലിവേറ്റ് ചെയ്യണം. 50x30 അല്ലേ? ICP കൂടിയാൽ ഹെഡ് എപ്പോഴും 50x30 എലിവേറ്റ്. ഫൗൾഡർ ആണോ സെമി ഫോൾഡർ ആണോ? 50x30 എന്ന് പറയുമ്പോൾ ഫൗൾഡർ സെമി ഫോൾഡർ. 50x30 എന്ന് പറയുമ്പോൾ ഫൗൾഡർ ഓർ സെമി ഫോൾഡർ? സെമി. സെമി. സെമി അല്ലേ? സെമി. അപ്പൊ ICP കൂടിയ കൊടുക്കുന്ന പക്ഷെ എന്താ? ICP കൂടിയാൽ എന്ത് പോസ്റ്റ് കൊടുക്കും? ഫൗൾഡർ പൊസിഷൻ ആണോ? സെമി ആണോ? പ്രോൺ ആണോ? സെമി പ്രോൺ ആണോ? സെമി ഫോൾഡർ. മറക്കരുതേ. ചോദ്യം വരും. Yes. 20
ആക്ച്വലി നമ്മൾ പറഞ്ഞ ഇടുമ്പോഴേ ഷണ്ട് ഇടുമ്പോഴേ ഷണ്ട് ഇടുമ്പോ അത് വെറുതെ ട്യൂബാണ്. ഷണ്ട് എന്ന് പറയുമ്പോൾ അത് ഇതൊരു വെറുതെ ട്യൂബാണ്, ഒരു വെറും ട്യൂബാണ്. ആ ഷണ്ട് ഇടുക എന്ന് പറയുമ്പോൾ വെറും ട്യൂബ് അല്ല, 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 അല്ലല്ലോ. ആ ട്യൂബിന് ഒരു വാൽവുണ്ടോ? ആ ട്യൂബിൽ വാൽവുണ്ടോ? വാൽവുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. ഒരു മിനിമം ഫ്ലൂയിഡ് മാത്രം പോയാൽ പോരെ. ഒരു മിനിമം ഫ്ലൂയിഡ് മാത്രം പോയാൽ പോരെ. ഒരു മിനിമം എഴുതണ്ട. എന്റെ മീനെ നോട്ട് എഴുതണ്ട, ഞാൻ കാണാൻ. ഇത് ക്യാമറ ഓഫ് കുഞ്ഞെ, നോട്ട് എഴുതണ്ട. ഞാൻ നോട്ട് എഴുതും കേട്ടോ കുഞ്ഞെ. കുഞ്ഞെ രാത്രി നോട്ട് എഴുതണ്ട. ഞാൻ കാണുന്നു കേട്ടോ. കണ്ടു ഒരിക്കണ്ട. കണ്ടു, കഷ്ടപ്പെടണ്ട. കണ്ടു. എഴുതരുത്, എഴുതരുത്, എഴുതോ. ആ ഇല്ല. ഷണ്ടില്ലേ ഒരു വാൽവില്ലേ? വാൽവില്ലേ? ആ ഷണ്ട് വാൽവില്ലേ? ആ വാൽവിന്റെ പ്രത്യേകത എന്താ? വാൽവിന്റെ പ്രത്യേകത എന്താ? എന്തായിരിക്കും? ICP കൂടി കഴിഞ്ഞാൽ ICP കൂടിൽ ആ വാൽവ് വഴി എന്താണ് ഈ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്യാം അല്ലെ? ICP കൂടിൽ വാൽവ് വഴി ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാം. ICP കുറഞ്ഞാൽ വാൽവ് ക്ലോസ് ചെയ്യൂടെ? ICP കുറഞ്ഞു കഴിഞ്ഞാൽ വാൽവിനെ ക്ലോസ് ചെയ്യൂടെ? ICP കൂടിയാൽ മാത്രം വാൽവ് വഴി ഇതിലെ പുറത്തോട്ട് പോവുകയും ICP കുറഞ്ഞാൽ വാൽവ് ക്ലോസ് ചെയ്യൂടെ? ക്ലോസ് ചെയ്യാം. സോ ചോദിക്കും, ഷണ്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം വരും. മോസ്റ്റ് കോമൺ ഷണ്ടിന്റെ മാൽ ഫങ്ഷൻ എന്തൊക്കെയാ? മോസ്റ്റ് കോമൺ ഈ പറഞ്ഞ ഷണ്ടിന്റെ മാൽ ഫങ്ഷൻ എന്തൊക്കെയാ? ഷണ്ടിന്റെ മാൽ ഫങ്ഷൻ എന്തൊക്കെയാ? ഹെഡേക്ക് അല്ലേ? ഹെഡേക്ക് വരാം. ലാക്ക് ഓഫ് അപ്പിറ്റൈറ്റ് വരാം അല്ലെ? ഒന്നും കഴിക്കില്ല, അപ്പിറ്റൈറ്റ് ഇല്ല. ശേഷം ഷണ്ട് ചുറ്റി പിടിക്കാറുണ്ടോ? ഷണ്ട് ചുറ്റി വരാറുണ്ട്. എപ്പോഴും ഓട്ടോമാറ്റിക് ഷണ്ട് ചുറ്റി വരാറുണ്ടോ? ചുറ്റിപ്പിടിക്കുന്ന വാക്കുണ്ട്, ദ കിങ്കിങ് അല്ലേ? ഷണ്ട് ചുറ്റിപ്പിടിക്കുന്ന സാധ്യതയില്ലേ? ഷണ്ട് ഓട്ടോമാറ്റിക് ചുറ്റിപ്പിടിക്കുന്ന സാധ്യതയില്ലേ? ദ കിങ്കിങ് അതോടെ വരാം. അപ്പൊ തലവേദന വരാം, ഫുഡ് കഴിക്കില്ല. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഒന്നുകൂടെ, ഇൻഫെക്ഷൻ വരാ. ഇപ്പൊ രാത്രി ഉറക്കമില്ലാന്നൂടെ, ഒന്നുകൂടെ ഇനി ക്ലിയർ. സോ ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫ് ദി പേഷ്യന്റ് കിടന്ന സൈഡ് അൺഓപ്പറേറ്റീവ് ആണോ ഓപ്പറേറ്റീവ് ആണോ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് പേഷ്യന്റ് കിടന്ന സൈഡ് അൺഓപ്പറേറ്റീവ് ആണോ ഓപ്പറേറ്റീവ് ആണോ? അൺഓപ്പറേറ്റീവ്. ICP കുറയ്ക്കാൻ വേണ്ടി എന്ത് പൊസിഷൻ കൊടുക്കാം? പൊസിഷൻ എന്താ? ഹെഡ് 15 to 30 ഡിഗ്രി എലിവേറ്റ് ചെയ്യണ്ടേ? യെസ്. സോ ഹൈഡ്രോസെഫാലസ് മാത്രം ക്ലിയർ. കുറെ സമയമായിട്ട് ഹൈഡ്രോസെഫാലസ് മാത്രം ക്ലിയർ. ടുമോറോ ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു അവസരം തരുന്നു. നാളത്തെ സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നാളെ എന്റെ സമയമല്ല, നിങ്ങളുടെ സമയം ഈവനിങ് പറഞ്ഞേ. നിങ്ങളുടെ സമയം ഈവനിങ് പറഞ്ഞേ. നിങ്ങളുടെ സമയം 7, 8, 9, 10 എപ്പോൾ പറയാം? 8 മാക്സിമം അല്ലേ? 8 മണി. 8, 9, 10, 11, 12. ഓക്കെയാണോ? 8, 9, 10, 11, 12. 8, 9, 10, 11, 12. ഇന്റർനെറ്റ് കളയരുത്. യൂട്യൂബ് ഷോർട്സും വീഡിയോസും കണ്ട് ഇതിനെ കളയരുത്. നാളെ കുറെ പഠിക്കണം. എന്റെ ബ്ലഡ് ഒക്കെ 100 വരണം. കേട്ടതാണോ? രാത്രി ഉറങ്ങുമ്പോഴേ, ഇന്ന് ഉറങ്ങുമ്പോ എന്റെ ബ്ലഡ് എല്ലാം വരണം അല്ലേ? ശരിയല്ലേ? എന്റെ ബ്ലഡ് തിരിച്ചു വരണം. ഞാൻ ഉറങ്ങി എണിക്കുമ്പോ
എന്റെ ബ്ലഡ് വരും. നാളെ 8 മണി ക്ലാസ്, 8, 9, 10, 11 മണി ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? വരുമെന്തോ വരോടെ ബ്ലഡ് വരോ? ഇത് ബ്ലഡ് വരുമോ? തിരിച്ചു വരും, ബ്ലഡ് വരുമോ? വരോടെ രാത്രി ഉറങ്ങി എനിക്ക് വരും. 1 ലിറ്റർ വെള്ളം കുടിച്ചു, 2 ലിറ്റർ വെള്ളം കുടിച്ചു, വരും. വന്നില്ലെങ്കിൽ വരും, രാത്രി വരും. വന്നാൽ കൊള്ളാം. സിസ്റ്ററെ മറക്കില്ല, സിസ്റ്റർ കുത്തു മറക്കില്ല കേട്ടോ. ഇപ്പോഴും കൈ പൊക്കാൻ വയ്യ. സിസ്റ്റർ കൊത്ത്. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെയാണോ? ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതാണ് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിന്നാണ്. നാളെ എങ്ങാനും എവിടെയെങ്കിലും വെച്ച് എന്നെ കിട്ടുകയാണെങ്കിൽ ഫീസ് ചോദിച്ചുകൊണ്ട് ഉപദ്രവിക്കരുത്. നാളെ എങ്ങാനും എവിടെയെങ്കിലും വെച്ച് എന്നെ കിട്ടുകയാണെങ്കിൽ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിമൂവ് ചെയ്ത് ഉപദ്രവിക്കുകയായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഫീസ് റിമൂവ് കേട്ടോ. മറന്നുപോയി.